കുറേ പ്രത്യേകതകളുണ്ട്. അതൊക്കെ അറിയോ? എന്താണ്ടൊക്കെ പറയുന്നത് റെക്കോർഡഡ് ആണെന്നോ? ഓക്കെ, ഞാൻ നോക്കിയപ്പോഴത്തേക്കാണോ ഒരു സായിപ്പത്തി ചേച്ചി എന്നാണ്ടൊക്കെ വിളിച്ചു പറയുന്നു. ഓക്കെ, പിന്നെ അല്ല, അപ്പൊ കുട്ടികൾക്ക് കുറേ പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാണ് പ്രത്യേകതകൾ? നമ്മുടെ കുഞ്ഞു ഭാവയായിരുന്ന സമയല്ലേ? ഇപ്പൊ നിങ്ങൾ എല്ലാരും 12 വയസ്സ് തൊട്ട് എത്ര വയസ്സ് വരെ ഉള്ളവരാ? 15 വയസ്സ് വരെ ഉള്ളവരല്ലേ? അല്ലേ? അതെ. ആണോ അല്ലേ? ആണോ? അപ്പൊ ഈ കുഞ്ഞുങ്ങൾക്ക് കുറെ പ്രത്യേകതകളുണ്ട്. അതായത് നമ്മള് കുഞ്ഞായിരിക്കുമ്പോഴത്തേക്കുമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ, അതായത് നമ്മൾ ഒരു 3.5-4 വയസ്സിനൊക്കെ ഇടയിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വാക്കുകൾ പഠിക്കുന്നത്. 3 വയസ്സിന്റെ ഇടയിലാണ് നമ്മൾ ഇത് ഇപ്പൊ സംസാരിക്കുന്ന ഭാഷയുടെ അല്ലെങ്കിൽ വാക്കുകളിലെ ഒരു 75% എബവ് 75% മുകളിൽ വാക്കുകൾ പഠിക്കുന്നത് ഏത് പ്രായത്തിലാണ്? ഏത് പ്രായത്തിലാ? കുഞ്ഞുവാവയായിരുന്ന സമയത്ത്. കാക്ക പഠിച്ചപ്പോഴാ? കാക്ക നമുക്ക് നാടാവണം. 1 വയസ്സൊക്കെ ഉള്ളപ്പോ നമ്മളെ കാക്ക എന്നൊക്കെ വിളിക്കൂലേ? അമ്മ പറയും മക്കളെ കാക്ക വരുന്നു പാപ്പം തിന്നൊക്കെ പറഞ്ഞപ്പോ നമ്മള് 2 വാക്ക് പഠിച്ചു. എന്തൊക്കെയാണ്? കാക്ക വരുന്നു, പാപ്പം, അല്ലേ? അമ്മ, അച്ഛ, അല്ലേ? അപ്പൊ നമ്മൾ ഈ വാക്കുകളൊക്കെ എവിടെയാ പഠിച്ചത്? കുഞ്ഞായിരുന്നപ്പോ. പിന്നെ നമുക്ക് കുഞ്ഞിലെ വേറെ കുറെ പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാണെന്നറിയാവോ? നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾക്ക് എല്ലാം സംശയമാണ്. നമ്മളിങ്ങനെ ചോദിക്കും, അമ്മ അതെന്തുവാ അമ്മ, അമ്മ ഇതെന്തുവാ അമ്മ, അമ്മ അതെന്തിനാ അമ്മ പറക്കുന്നേ, അതെന്തിനാ അമ്മ അവിടെ വച്ചിരിക്കുന്നേ, അതെന്തിനാ അച്ഛ അങ്ങനെ പോണത്, ഇങ്ങനെ നമ്മൾ ചോദിക്കത്തില്ലേ? ചോദിക്കുമായിരുന്നോ? ചോദിക്കുമായിരുന്നു. ഇപ്പോഴും കൊച്ചു പിള്ളേരാണെങ്കിൽ അവരിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും ചോദ്യങ്ങൾ. അപ്പൊ നമ്മൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നവരായിരുന്നു നമ്മള്. പക്ഷെ നിങ്ങളുടെ പ്രായം കൂടുന്നതനുസരിച്ച് ചോദ്യങ്ങളുടെ എണ്ണം എന്ത് ചെയ്യും? എന്ത് ചെയ്യും? കുറഞ്ഞു വരും, അല്ലേ? താഴോട്ട് വരും. ചോദ്യങ്ങളുടെ എണ്ണം കുറഞ്ഞു വരും. നിങ്ങൾ പഴയതുപോലെ ചോദ്യങ്ങൾ ചോദിക്കത്തില്ല. കാരണം നമ്മൾ പ്രായം കൂടി, നിങ്ങൾക്ക് ഇപ്പൊ 12 വയസ്സായി, 18 വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് നാണക്കേട് തുടങ്ങും. ഓ, ഞാൻ ഇനി വിളിച്ച് ചോദിച്ച് ഇനി മറ്റുള്ളവർ എന്തൊക്കെ പറയുന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറെ മടികള്, നമുക്ക് നാണം, നമുക്ക് മറ്റുള്ളവരെ നോക്കുക. അപ്പൊ നമ്മള് എല്ലാം ചോദിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ എന്ത് ചെയ്യും? താഴോട്ട് വരും. ചോദ്യം ചോദിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? താഴോട്ട് വരും. അപ്പൊ ചോദ്യങ്ങൾ ചോദിക്കാൻ പേടിയാകും. ഞാൻ ചോദിച്ചാൽ ഇനി തെറ്റിപ്പോയാലോ, അല്ലെങ്കിൽ എനിക്ക് അറിഞ്ഞൂടെന്ന് പറഞ്ഞാൽ അത് മോശമായാലും എന്നൊക്കെ ചിന്തിക്കത്തില്ലേ? ചിന്തിക്കോ ഇല്ലയോ? ചിന്തിക്കും. അപ്പൊ അത് അവിടെ തൊട്ട് നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ ശരിക്കു പറഞ്ഞാൽ താഴോട്ട് പോവുകയാണ്. കാരണം നമ്മുടെ ഇപ്പോഴത്തെ തലമുറയൊക്കെ വെച്ച് നോക്കുമ്പോൾ ചിന്താശേഷി വളരെ കുറവാണ്. കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കത്തില്ല. ഇപ്പം APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ ഉറങ്ങിക്കിടക്കുമ്പോൾ കാണുന്ന സ്വപ്നങ്ങളാകരുത് നമ്മളെ ശല്യപ്പെടുത്തേണ്ടത്. പിന്നെ ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന സ്വപ്നങ്ങൾ വേണം ആര് ശല്യപ്പെടുത്തേണ്ടത്? നമ്മളെ ശല്യപ്പെടുത്തേണ്ടത്. ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. 2, എന്താണ് നിങ്ങളുടെയൊക്കെ ലക്ഷ്യം? എന്താണ് ലക്ഷ്യമുണ്ടോ? ലക്ഷ്യബോധ്യമുള്ള ഒരു തലമുറ. എന്താ ലക്ഷ്യം? ഇപ്പോഴത്തെ ലക്ഷ്യം എങ്ങനെയെങ്കിലും ക്ലാസ് സ്കിപ്പ് ചെയ്തിട്ട് ഓടണമെന്നാണോ? സയന്റിസ്റ്റ് ആവണം. പിന്നെ പഠിച്ച് നല്ലതാകണം. പിന്നെ പിന്നെന്താ? ഹിസ്റ്റോറിയൻ ആവണം. പിന്നെ ആരാകണം? പട്ടാളം ആവണം. ഓക്കെ, പിന്നെ ഓക്കെ. ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മള് പലപ്പോഴും നമ്മൾ പറയുന്ന ഡോക്ടർ ആവണം, പിന്നെ സയന്റിസ്റ്റ് ആവണം, അല്ലെങ്കിൽ ഒരാളാകണമെന്ന് ഏറെക്കുറെയൊക്കെ നമ്മുടെ ചുറ്റുപാടുള്ളവർ നമ്മളെ സ്വാധീനിക്കും. കാരണം കൊച്ചിലെ തൊട്ട് നമ്മൾ പറയും, നമ്മളെ വീട്ടുകാരും ചുറ്റുമുള്ളവർ പറയും അത് ഡോക്ടർ ആകണം, അല്ലെങ്കിൽ അതാകണം, ഇതാകണം എന്നൊക്കെ പറഞ്ഞു തരും. പക്ഷേ നമ്മൾ അങ്ങനെ അല്ല ആകേണ്ടത്. നമ്മൾ എന്താകണം എന്നുള്ളത് ഇപ്പൊ ഞാൻ പഠിച്ച ഒരു രീതി വെച്ചിട്ട് പറയാം. ഞാനാണെങ്കിൽ കുഞ്ഞായിരുന്ന സമയത്ത് ഞാൻ വളരെ നാട്ടിൻപുറത്താണ് ജനിച്ചൊക്കെ വളർന്നത്. അപ്പൊ എന്റെ അമ്മയും അച്ഛനും ഒക്കെ എന്നെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. മോക്ക് വേണമെങ്കിൽ പഠിച്ചാൽ മതി, എന്ത് നല്ല അച്ഛനും അമ്മ അല്ലേ, ചിന്തിക്കുന്നുണ്ടായിരിക്കും. വേണമെങ്കിൽ പഠിച്ചാൽ മതി, അടിയൊന്നുമില്ല, പരക്കൊന്നുമില്ല. എന്റെ അച്ഛനും അമ്മ അങ്ങനെയൊക്കെ ആയിരുന്നു. വേണമെങ്കിൽ പഠിച്ചാലൊക്കെ മതി. അങ്ങനെ ഞാനിങ്ങനെ പോയി. എനിക്ക് വലിയ ലക്ഷ്യബോധങ്ങളോ ഒന്നുമില്ല. ഞാൻ സ്കൂളിൽ പോയി, ഞാനിങ്ങനെ പഠിച്ചു. എനിക്ക് വേണമെങ്കിൽ പഠിച്ചാൽ മതിയല്ലോ എന്നാ എനിക്ക് താല്പര്യമില്ല. ഞാൻ പണ്ടേ പഠിക്കാനായിട്ട് തലേ ദിവസം ബുക്ക് എടുക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പം ഞാൻ അങ്ങനെയൊക്കെ ഇച്ചിരി പഠിച്ചു, ഇച്ചിരി കളിച്ചു, അങ്ങനെയൊക്കെ സ്കൂളിലൊക്കെ പോയി പഠിച്ചു ഇങ്ങനെ ഇരിക്കുന്ന സമയത്തും
ഞാൻ ഡിഗ്രി ആയി. ഡിഗ്രിക്ക് ഞാൻ എന്റെ ഗ്രാജുവേഷൻ, ഞാൻ എക്കണോമിക്സ് ആണ് ഗ്രാജുവേഷൻ എടുക്കുന്നത്. ഗ്രാജുവേഷൻ എടുക്കുന്ന സമയത്തും എന്തിന് ഞാൻ എക്കണോമിക്സ് എടുത്തെന്ന് വെച്ചാൽ എനിക്കറിയില്ല. കാരണം ഞാൻ +2 പഠിക്കുന്ന സമയത്ത് എനിക്കൊരു നല്ല അധ്യാപകൻ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ നല്ല അടിയൊക്കെ തരുമായിരുന്നു. +1 +2 നല്ല അടിയൊക്കെ പടയെന്നൊക്കെ അടിച്ചൊക്കെയാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പൊ സാറ് നന്നായിട്ട് പഠിപ്പിച്ചത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എന്റെ ഗ്രാജുവേഷൻ എക്കണോമിക്സ് എടുത്തു. ഇക്കണോമിക്സ് എടുത്തൊക്കെ കഴിഞ്ഞു. പിന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാനത് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കുന്ന, എനിക്കൊരു 3-4 പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ ഉണ്ട്. ആ പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ എടുക്കുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞാല് ഞാൻ ചിന്തിക്കുന്നത്. കാരണം എന്റെ ടേസ്റ്റ് എന്താണ്, എന്റെ ഇഷ്ടങ്ങൾ എന്താണ്, എന്റെ താല്പര്യം എന്താണ്. അപ്പൊ ഞാൻ പഠിച്ചു വന്നതൊക്കെ തെറ്റായി പോയി, അല്ലെങ്കിൽ ഞാൻ എന്റെ ഫീൽഡ് അല്ല പഠിച്ചത് എന്ന് ഞാൻ പിന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം നമ്മളെ ചുറ്റുമുള്ളവരായിരിക്കും നമ്മളെ അതുവരെ സ്വാധീനിക്കുന്നത്, അല്ലെ? ഇപ്പൊ നമ്മൾ ചുറ്റുമുള്ളവർ പറയുന്നതാണ് എത്ര ശതമാനം കേൾക്കുന്നത്? എത്ര ശതമാനം ചുറ്റുമുള്ളവർ പറയുന്നതാ കേൾക്കുന്നത്? 50%. 50%. ആ, ഏതാണ്ട് വലിയൊരു ശതമാനം നമ്മളെ ചുറ്റുമുള്ളവരായിരിക്കും സ്വാധീനിക്കുന്നത്. അപ്പൊ എന്താ വെച്ചാല് നമ്മളെ പറയത്തില്ലേ, പഠിക്കാൻ പാടാണ്, ഈ കൊച്ചിനെ കൊണ്ടൊന്നും പഠിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയത്തില്ലേ നമ്മളെ. നമുക്ക് കണക്ക് പാടാണെങ്കിൽ പറയത്തില്ലേ, ഓ കണക്ക് ഈ കൊച്ചു പഠിക്കുന്നില്ല എന്നൊക്കെ പറയത്തില്ലേ? പറയൂടെ? ഞാനൊരു കാര്യം ചോദിക്കാം. കണക്ക് എളുപ്പമുള്ള ആൾക്കാർ ഇത്രയും കൈ പൊക്കണം. ഓക്കെ, കൈ കാണാനല്ല എന്റെ കൈ, ഹൈറ്റ് പൊക്കണം. പിന്നെ കണക്ക് പകുതി ഒരുവിധം കുഴപ്പമില്ല എന്നുള്ള ആൾക്കാർ ഇങ്ങനെ ആക്കണം. നിങ്ങളുടെ സീറ്റ് ഇരുന്ന് വെച്ചാൽ മതി. കണക്ക് ഭയങ്കര പാടാണെന്നുള്ള ആൾക്കാർ താഴെ വെക്കണം കൈ. ഓക്കെ, അപ്പൊ ഞാൻ ഓരോ സബ്ജക്റ്റും ചോദിക്കും. അപ്പൊ എളുപ്പമാണെങ്കിൽ എത്ര കൈ പൊക്കും? ഫുള്ള് കൈ പൊക്കും. ഇല്ലെങ്കിൽ ആ സബ്ജക്ട് പാടാണെങ്കിൽ ഹാഫ്, ഏറ്റവും പാടാണെങ്കിൽ എന്ത് ചെയ്യും, താഴെ വെക്കും കൈ. ഓക്കെ, നമുക്ക് ചെയ്തു നോക്കാം. അപ്പം കണക്ക് എളുപ്പമുള്ള ആൾക്കാർ കൈപൊക്കിയേ. അവരവരുടെ ഇതനുസരിച്ച് ഒരാൾക്ക് ഹാഫ്, ഫുൾ കൈപൊക്കിയ ആൾക്കാരൊന്നും എനിക്ക് ഇതിനകത്ത് കുറച്ച് പേരെ കാണത്തുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി മലയാളം കൈയായിരിക്കും. ഓക്കെ, മലയാളം. പിന്നെന്താ ഉള്ളത് നിങ്ങൾക്ക്? സോഷ്യൽ സയൻസ് അതല്ലേ ഉള്ളത് ഇപ്പം, സോഷ്യൽ സയൻസ്. ഇനി കെമിസ്ട്രി പഠിക്കാത്ത 7ാം ക്ലാസ്സുകാർ കാണും, 8ാം ക്ലാസ് തൊട്ടുള്ളവർക്ക് പൊക്കാം. കെമിസ്ട്രി എളുപ്പമുള്ളവരുണ്ട്. ഫിസിക്സ് പൊക്കെ. പിന്നെ ബയോളജി ഹാഫ് ഉള്ളവരുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും കൈ പൊക്കിയില്ലേ? അപ്പൊ എനിക്ക് എല്ലാവരും കാണാൻ പറ്റില്ല, നമ്മൾ നോർമൽ ക്ലാസ് അല്ലല്ലോ. ഇനി ഞാൻ ഇതിന്റെ ഒരു കുറെ ഗുഡൻസ് പറഞ്ഞുതരാം. നമ്മളുടെ ഓരോരുത്തരും, നമ്മളെല്ലാരും വ്യത്യസ്തരാണോ? വ്യത്യസ്തരല്ലല്ലോ, എല്ലാരും ഒരേപോലെ ആയിരിക്കുന്നു. ഒരേ കണ്ണ്, മൂക്ക്, ചുണ്ട്, വ്യത്യസ്തരാണ്. അപ്പൊ നമ്മളൊരു 100 പേരുണ്ടെങ്കിൽ നമ്മൾ 100 പേരും 100 കണക്കിനാണ് നമ്മളെ സ്വഭാവം, നമ്മളെ ഇമോഷൻസ്, നമ്മൾ പെരുമാറുന്നത്, നമ്മുടെ ക്യാരക്ടർ, നമ്മൾ പഠിക്കുന്നത് എല്ലാം എങ്ങനെയായിരിക്കും? വ്യത്യസ്തരായിരിക്കും. അപ്പം 1 കോടി ആളുകൾ ഉണ്ടെങ്കിൽ 1 കോടി ആളുകളും വ്യത്യസ്തരാണോ? അല്ല, നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമ്മളുടെ എല്ലാരെയും മോന്തയിലും ഒരേ കണ്ണ്, ഒരേ പൂക്ക്, ഒരേ ചുണ്ട്, ഒരേ പല്ല്, ഒരേ പുരിക, എന്നിട്ട് നമ്മളെല്ലാരും വ്യത്യസ്തമായിട്ടിരിക്കുന്നു, അല്ലേ? അതെങ്ങനെ വന്ന് നമ്മൾ ആലോചിക്കാറുണ്ടോ? നിങ്ങൾ ഇതൊക്കെ ആലോചിക്കാറുണ്ടോ? ഞാൻ ഫുൾ ടൈം ആലോചനയാണ്. ആലോചിച്ച് എന്റെ തല അടിച്ചു പോവാറായെന്ന് തോന്നുന്നു. ആലോചിച്ച് നമ്മൾ ആലോചിക്കണം കേട്ടോ, ചിന്തിക്കണം. ഉണ്ട്, അങ്ങനെയൊക്കെ ആലോചിക്കണം. ആലോചിച്ചിട്ട് മറ്റേ മുട്ടയാണോ കോഴിയാണോ ആദ്യം വന്നതെന്ന് ദയവ് ചെയ്ത് എന്നോട് ചോദിക്കരുത്. ചോദിച്ചു, മുട്ടയാണോ കോഴിയാണോ ആദ്യം വന്നത്, അല്ലേ? അപ്പൊ എന്റെ മോനാണെങ്കിൽ എന്നെ ഇടയ്ക്ക് ലാസ്റ്റിൽ എന്നോട് തോക്കും. ഞാനും അവനും കൂടെ ഭയങ്കര സംവാദമാണ്. അപ്പൊ ഞാനും അവനും കൂടെ ജെൻഡറും അതും ഇതൊക്കെ സംസാരിക്കും. അപ്പോഴത്തേക്ക് അവസാനം അവൻ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കും. അമ്മ, മുട്ടയാണോ കോഴിയാണോ ആദ്യം വന്നത്? അതുപോലെ ഒന്നും കയറി ചോദിക്കരുത്. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ ചിന്തിക്കണം. അപ്പൊ നമ്മളുടെ എല്ലാവരും മനസ്സിലായോ? മുട്ടയും കോഴിയും പിന്നെ പറഞ്ഞുതരാം. അപ്പം നമ്മളെല്ലാരും വ്യത്യസ്തരാണല്ലേ? വ്യത്യസ്തരാണോ? പിള്ളേരും മിണ്ടുന്നില്ല. വ്യത്യസ്തരാണോ? അതെ. അപ്പം നമ്മൾ 100 പേരൊക്കെ 100 സ്വഭാവമാണ്, 100 ക്യാരക്ടറാണ്, 100 ദേഷ്യമാണ്, 100 ഇഷ്ടമാണ്, 100 പ്രേമമാണ്, 100 ബ്ലാ 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 ബ്ലി ബ്ലി ബ്ലി, എല്ലാം 100ആണ്. മനസ്സിലായോ? അപ്പോഴത്തേക്കും ഓക്കെ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഉള്ള ബുദ്ധിയും എങ്ങനെയായിരിക്കും? 100 ബുദ്ധിയാണുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്ന വാക്കുകളെല്ലാം ഒന്ന് ആലോചിക്കണം. വ്യത്യസ്തമായ ബുദ്ധിയായിരിക്കും. അപ്പൊ ചക്ക എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഞാൻ പറയാം. ചക്ക എന്ന് പറഞ്ഞാൽ നല്ല കൊച്ചു ഉരുണ്ട ഒരു സാധനം, അതിന്റെ പിറം മെഴുമെഴാന്നിരിക്കുന്നു, മഞ്ഞ കളറിൽ ഇരിക്കുന്ന സാധനമാണ് ചക്ക. അല്ലല്ലോ,
അല്ലല്ലോ. അപ്പൊ പറ എങ്ങനെയാ ചക്ക ഇരിക്കുന്നേ? ചക്ക വലുതാ, നല്ല തടി. ചക്ക വലുത്, ചക്ക വലിയൊരു സാധനമാണ്. പിന്നെ മുള്ളൊക്കെ ഉണ്ട് അതില്. മുള്ളൊക്കെ ഉണ്ട്. പിന്നെ അതൊരു ഫ്രൂട്ടാണ്. അതെന്താ മുട്ടപ്പൊരിയാണെന്നോ? വെജിറ്റബിൾ ആണ്, ഫ്രൂട്ട് ആണ്. അതൊരു വെജിറ്റബിൾ ആണ്. അതൊരു സുന്ദരിയാണ്. അതിന്റെ ഇമോഷൻസ് എടുത്താൽ നമ്മൾ എന്താ പറയും? അത് പരുക്ക സ്വഭാവം ഉള്ളതാണ് എന്ന് പറയൂ. ഇത് മൃദു സ്വഭാവമാണോ ചക്കയ്ക്ക്? അല്ല. എന്താ പറയും നമ്മള്? ചക്ക തിന്നില്ലെന്നോ? ചക്കയ്ക്ക് എന്തോ സ്വഭാവം? നമ്മൾ ചുമ്മാ പറയാലോ. നമുക്ക് ചക്കയെ കാണുമ്പോ എന്തോ തോന്നുന്നു? ചക്ക ഒത്തിരി ഫ്രൂട്ടാണ്. നല്ല ടേസ്റ്റ് ഉള്ള ഫ്രൂട്ടാണ്. പക്ഷെ ചക്ക നമുക്ക് കാണാൻ പറ്റിയൊരു പരുക്കനാണ് നമുക്ക് തോന്നുന്നു, അല്ലേ? അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ചക്ക എന്ന് പറയുന്നത്. അപ്പൊ മാങ്ങ എന്താണ്? മാങ്ങ നീളത്തിലുള്ള വയലറ്റ് കളറുള്ള സാധനമാണോ മാങ്ങ? അല്ല. പിന്നെ എങ്ങനെ മാങ്ങ ഇരിക്കുന്ന? മഞ്ഞ കളറും പച്ച കളറും. മഞ്ഞ. അപ്പൊ നമ്മളെ മനസ്സിൽ അത് വന്നു. പഴം. മഞ്ഞയും ഉണ്ട് പച്ചയും ഉണ്ട്. മഞ്ഞയുണ്ട് പച്ചയുണ്ട്. തേങ്ങ. തേങ്ങ പച്ച കളറിലൊക്കെ ഇരിക്കും. ഓക്കെ. ഇനി ഞാൻ പറയാം. ഓക്കെ. ഇല. പച്ച. ഓക്കെ. ഇനി ഞാൻ വരുന്നില്ല. ബൗബോളിക്ക. എന്തോന്ന്? ലൗലോലിക്ക അല്ല, ബൗബോളിക്ക. അങ്ങനെ ഒരു സാധനം ഇല്ല. അപ്പൊ ഞാൻ ഇനി ഒരു പ്രത്യേകത പറഞ്ഞുതരാം. നമ്മളെ തലച്ചോറ്, ഞാൻ ഇത്രയും നേരം പറഞ്ഞ സാധനം എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? ശേഖരിച്ചു വെച്ചിട്ടുണ്ട് തലച്ചോറ്. അപ്പൊ തലച്ചോറിന് ചക്ക അറിയാം, മാങ്ങ അറിയാം, വാഴപ്പഴം അറിയാം. പക്ഷെ ഭൗഗോളിക തലച്ചോറിന് അറിഞ്ഞൂടാ. അപ്പൊ നമ്മളെല്ലാം എങ്ങനെയാ നമ്മളെ തലച്ചോറ് സൂക്ഷിച്ചേക്കുന്നത്? ഒന്ന് പിക്ചറായിട്ട്, ചിത്രങ്ങളായിട്ടല്ലേ സൂക്ഷിച്ചേക്കുന്നത്. മാങ്ങയുടെ ആകൃതി, പിന്നെ നമ്മള് മാങ്ങയുടെ മണം, പിന്നെ തിന്നിട്ടുള്ളതാണെങ്കിൽ മാങ്ങയുടെ രുചി, അല്ലേ? അപ്പൊ നമ്മളെ തലച്ചോറ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ തലച്ചോറാണ് എല്ലാം കളക്ട് ചെയ്ത് വെക്കുന്നത്. ഇത് നമ്മളെ ബുദ്ധി അനുസരിച്ച് നമുക്ക് പറഞ്ഞു തരും, അല്ലെ? നമുക്ക് ആവശ്യം വരുമ്പോ പറഞ്ഞു തരും. മാങ്ങ എന്ന് പറഞ്ഞ ഒട്ട നമ്മളെ മനസ്സിൽ വരുവാ മാങ്ങ. പക്ഷെ ഈ ഭൗഗോളിക നിങ്ങളാരും കണ്ടിട്ടില്ല, തിന്നിട്ടില്ല, രുചിച്ചിട്ടില്ല, നിങ്ങൾക്ക് അറിഞ്ഞൂടെ. അങ്ങനെ ഒരു ചിത്രം നിങ്ങളെ തലയിൽ ഇല്ലെങ്കിൽ നമ്മൾ എന്താവും? ബ്ലാങ്ക് ആയി പോവും, അല്ലേ? ബ്ലാങ്ക് ആവത്തില്ലേ? ബ്ലാങ്ക് ആവും. അപ്പൊ നമ്മുടെ ബുദ്ധികളിലും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കൈ പൊക്കാൻ പറഞ്ഞു, ഹാഫ് ആക്കാൻ പറഞ്ഞു, ഇങ്ങനെ ആക്കാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് എല്ലാരും വ്യത്യസ്തരാണ്. നമുക്ക് എല്ലാവർക്കും വ്യത്യസ്ത ബുദ്ധികളാണുള്ളത്. അപ്പൊ നമുക്ക് ഒരേ ബുദ്ധി ഇല്ല. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ എല്ലാവരും എല്ലാ വിഷയവും പഠിക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? അപ്പൊ ചിലപ്പോ നമുക്ക് കിട്ടുന്നത് സയന്റിഫിക് ആയിരിക്കും. അതായത് സയൻസ് വിഷയങ്ങളിൽ മുമ്പോട്ട് നിൽക്കുന്ന ബുദ്ധിയായിരിക്കും നമുക്കുള്ളത്. അതായത് നമുക്ക് പാടണമെങ്കിൽ ബുദ്ധി വേണം, നടക്കണമെങ്കിൽ ബുദ്ധി വേണം, ഡാൻസ് കളിക്കണമെങ്കിൽ ബുദ്ധി വേണം, ഓടണമെങ്കിൽ ബുദ്ധി വേണം, ക്യാമറ യൂസ് ചെയ്യണമെങ്കിൽ പോലും നമുക്ക് ബുദ്ധി വേണം. കാരണം അതിന്റെ ദൂരവും ക്യാമറയുടെ വിഷ്വലും നമ്മുടെ കാഴ്ചയൊക്കെ ആയിട്ടുള്ള ബുദ്ധികളുണ്ട്. മനസ്സിലായോ? അപ്പൊ കാര്യം മനസ്സിലായോ? എന്താ ഇതുവരെ നമ്മൾ ആലോചിക്കൂലേ, അയ്യോ എന്താ എന്നെ കൊണ്ട് കണക്ക് പഠിക്കാൻ പറ്റാത്ത, എന്നെ കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റാത്ത എന്നൊക്കെ നമുക്ക് വിഷമം തോന്നൂലേ? അങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുന്നു, എനിക്ക് ആ ബുദ്ധി ഉള്ളതുകൊണ്ടാണ് ക്ലാസ് എടുക്കുന്നത്. എനിക്ക് ആ ഐക്യു തന്നിട്ടുണ്ട്, എന്റെ ബ്രെയിനിൽ ആ ഐക്യു ഉള്ളത് കൊണ്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ഇനി എന്നെ കൊണ്ട് പാടാൻ പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കൂടെ എനിക്ക് ഓടും. പിന്നെ മേലെ എന്റെ ക്ലാസ്സിൽ കയറത്തില്ല. കാരണം എന്താ? അത്ര ശോകമാണ് എന്റെ പാട്ട്. കാരണം എന്താ? എനിക്ക് ഐക്യു തന്നിട്ടില്ല. ഡാൻസ് കളിക്കാനുള്ള ഐക്യു തന്നിട്ടില്ല. ഓട്ട മത്സരത്തിന് നിർത്തിയാല് ഞാൻ ഏറ്റവും പുറകിലായിരിക്കും. കാരണം ഐക്യു തന്നിട്ടില്ല. അപ്പൊ അതൊക്കെ കൊണ്ട് ഞാൻ പുറകോട്ടാണെന്ന് അർത്ഥമുണ്ടോ? ഇല്ല. ഞാൻ ജീവിതത്തിൽ ഒരു പരാജയമാണെന്ന് അർത്ഥമുണ്ടോ? ഉണ്ടോ മക്കളെ? ഇല്ല. അല്ല. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ബുദ്ധി ഏതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് ചിലപ്പോൾ സയൻസ് പരമായിട്ടുള്ള ബുദ്ധിയായിരിക്കും. സയൻസ് ഉള്ള ബുദ്ധിയുള്ള ആളുകൾക്കായിരിക്കും ചിലപ്പോൾ സയൻസും കണക്കും ഈ പറയുന്ന ഫിസിക്സ് ഒക്കെ എളുപ്പം വരുന്നത്. പക്ഷെ നമുക്ക് തന്നിരിക്കുന്നത് ആർട്സ് ബുദ്ധിയാണെങ്കിൽ നമുക്ക് ഹിസ്റ്ററി, അങ്ങനത്തെ പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി, മലയാളം, പിന്നെ ഒരു പ്രസംഗം, ഇതൊക്കെ ആയിരിക്കും, പൊളിറ്റിക്സ് ഒക്കെ ആയിരിക്കും നമ്മളെ ഇഷ്ടം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ബുദ്ധി അനുസരിച്ചായിരിക്കും നമുക്ക് എന്തിനോടുള്ള ഇഷ്ടം വരുന്നത്. നമുക്ക് ആ വിഷയത്തോട്, നമ്മൾ കവിത, എല്ലാവർക്കും കവിത എഴുതാൻ പറ്റില്ല. കവിത എഴുതാനുള്ള ബുദ്ധി ഉള്ളവനെ കവിത എഴുതാൻ പറ്റത്തുള്ളൂ. ക്യാമറ പിടിക്കാനുള്ള ബുദ്ധി ഉള്ളവനെ ക്യാമറ പിടിക്കാൻ പറ്റുള്ളൂ. നമ്മളെ തലയ്ക്ക് കുറെ പ്രത്യേകതയുണ്ട്. പണ്ടാണെങ്കിൽ ഞാൻ രസകരമായിട്ട് പറഞ്ഞുതരാം. പണ്ടൊരു അപ്പൂപ്പനാണെങ്കിൽ സർജറി ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ.
അപ്പൂപ്പൻ ഇങ്ങനെ സർജറി ഒക്കെ ചെയ്ത് ഒരാളുടെ തലയൊക്കെ ഇങ്ങനെ അങ്ങോട്ട് കീറിയിട്ട് മറ്റേ സാധനമൊക്കെ എടുത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോ കാണാം ആ സർജറി ചെയ്യുന്ന എങ്ങനെയാ സർജറി ചെയ്യുന്നേ ബോധത്തോടെ ഞാൻ ബോധം ഇരിക്കുമ്പോഴത്തേക്ക് ഡോക്ടർ ഇങ്ങോട്ട് വന്നിട്ട് ഒറ്റ കീറല് അങ്ങനാണോ അല്ല പിന്നെ നമ്മളെ ബോധം ആദ്യം തന്നെ ബോധം അങ്ങോട്ട് കിടത്തിയിട്ട് ഡോക്ടർ ഇങ്ങോട്ട് വാളൊക്കെ ആയിട്ട് മറ്റേ ഇതൊക്കെ ഇട്ടുകൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ വന്നു ഒറ്റ കീറിയിട്ട് ഡോക്ടർ ഇങ്ങനെ സർജറി ഒക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് മയങ്ങി കിടന്ന ആളൊരു ചിരിച്ചതും ആലോചിച്ച് നോക്കും ചത്ത് കിടക്കുന്ന ആള് ചിരിച്ച ഡോക്ടറുടെ അവസ്ഥ ഡോക്ടർ ഇട്ടിട്ട് ഒറ്റ ഓട്ടം ഓടിയിട്ട് അയാൾ വീണ്ടും തിരിച്ചു വന്നിട്ട് വീണ്ടും ആ സാധനം വെച്ചിട്ട് മറ്റേ സ്പാനർ വെച്ച് ഒരൊറ്റ കുത്ത് അപ്പൊ വീണ്ടും ഇങ്ങനായി അപ്പൊ അയാൾക്ക് മനസ്സിലായി എന്താണ് നമ്മുടെ ഓരോ ബുദ്ധിയുണ്ട് നമ്മൾ ചിരിക്കണമെങ്കിൽ ഒരു ബുദ്ധിയുണ്ട് നമുക്ക് എന്തെങ്കിലും പറ്റി ആ സാധനം അടിച്ചു പോയാൽ പിന്നെ അത് വർക്ക് ചെയ്യത്തില്ല പിന്നെ നമുക്ക് ചിരിക്കാനുള്ള കഴിവ് കാണത്തില്ല നമ്മളെ ബുദ്ധി പോയി ഐക്യ പോയി കാലം പോയി അപ്പൊ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള എന്തുണ്ട് ബുദ്ധിയുണ്ട് ആ ബുദ്ധി അനുസരിച്ചാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത് അപ്പോ നമുക്ക് മാത്സ് ബുദ്ധിയുള്ള ഒരാളിന് മാത്രമേ മാത്സ് നന്നായിട്ട് പഠിക്കാൻ പറ്റൂ ഫിസിക്സ് ഉള്ള ആളിന് മാത്രമേ ഫിസിക്സ് പഠിക്കാൻ പറ്റൂ കെമിസ്ട്രി ഐക്യുള്ള ആൾക്ക് മാത്രമേ കെമിസ്ട്രി പഠിക്കാൻ പറ്റൂ അപ്പൊ നിങ്ങളൊരു ചോദ്യം ചോദിക്കും ചേച്ചി 10-12 വിഷയമുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരേ ഉള്ളൂ നമ്മൾ ചോറൊക്കെ വേവിക്കത്തില്ലേ അപ്പൊ ഓരോ സാധനത്തിനും ഓരോ വേവല്ലേ ആന്നോ അടുക്കളയിലൊക്കെ കേറാറുണ്ടോ അടുക്കളയിൽ കയറാറുണ്ട് അപ്പൊ നമുക്ക് പയറ് വേവിക്കുന്ന അതേ സ്പീഡിൽ ചോറ് വേവിക്കാൻ പറ്റത്തില്ല അല്ലേ കുക്കറിൽ ചിലപ്പോ ഇട്ടിട്ട് പയറിന് ചിലപ്പോ 4 വിസിൽ വേണമെങ്കിൽ കടലയ്ക്ക് ചിലപ്പോ 8 വിസിൽ വേണമായിരിക്കും അല്ലേ പഴം അങ്ങോട്ട് ഇട്ടിട്ട് 2 അടി അങ്ങ് വെന്തുപോയി അങ്ങനെയൊക്കെ വരത്തില്ലേ അപ്പൊ ഓരോന്നിനും ഓരോ വേവാണ് അതുപോലെ തന്നെ നമുക്ക് ഹിസ്റ്ററി എളുപ്പമാണെങ്കിൽ മാത്സാണ് പാടെങ്കിൽ മാത്സ് നമ്മൾ എന്ത് ചെയ്യണം കൂടുതൽ പഠിക്കണം മനസ്സിലായോ ഏതാണോ പാട് അത് നമ്മൾ കൂടുതൽ സമയം ഇരുന്ന് കൂടുതൽ എന്ത് ചെയ്യണം പഠിക്കണം അങ്ങനെ പഠിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ബുദ്ധി എന്ത് ചെയ്യാൻ പറ്റുന്നത് ഓവർകം ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ മനസ്സിലാക്കണം നാട്ടുകാർ പറയുന്ന കേട്ടിട്ടല്ല നമ്മൾ മനസ്സിലാക്കണം നമുക്ക് ഏത് ബുദ്ധിയാണുള്ളത് എനിക്ക് നന്നായിട്ട് പ്രസംഗിക്കുവാൻ കഴിവുള്ളെങ്കിൽ എനിക്ക് എന്തൊക്കെ ആവാൻ പറ്റും സംസാരിക്കാൻ കഴിവുള്ള ഒരാൾക്ക് എന്തൊക്കെ ആവാൻ പറ്റും നല്ല പ്രാസംഗികനാവാം നല്ലൊരു അധ്യാപകനാവാം അല്ലേ ലോയർ ആകാൻ പറ്റും വക്കീലാവാം അപ്പൊ എനിക്ക് എന്ത് വേണം ടീച്ചറാകാം അതിനൊക്കെ ഏത് ഐക്യമാണ് അപ്പം നമുക്ക് സംസാരിക്കാനുള്ള ഐക്യം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനെ കുറിച്ചും ചില ആൾക്കാരുണ്ട് ഇപ്പൊ എന്റെ തന്നെ ഒരു സ്വഭാവമുണ്ട് ഞാൻ ഏതൊരു വിഷയത്തെ കുറിച്ചും ഇരുന്ന് പഠിച്ചിട്ട് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പൊ അതെന്റെ ഒരു ക്വാളിറ്റിയാണ് എല്ലാവർക്കും ആ ക്വാളിറ്റി ഉണ്ടാവണമെന്നില്ല അപ്പൊ ഞാനൊരു ക്ലാസ് എടുക്കുന്നത് ഞാൻ എന്നും എടുക്കുന്ന ക്ലാസ് ആയിരിക്കും എങ്കിലും ഒരു 10 മിനിറ്റ് ഞാനൊന്ന് നോക്കും ഇന്ന് ശരിക്കും നിങ്ങളുടെ ക്ലാസ്സിൽ നോക്കിയിട്ടില്ല എനിക്ക് ഒട്ടും സമയം കിട്ടിയില്ല നമുക്കൊരു കുട്ടിയെ രക്ഷപ്പെടുത്താൻ പോണായിരുന്നല്ലോ അതുകൊണ്ടൊന്നും ടൈം കിട്ടിയില്ല അല്ലെങ്കിൽ ഞാൻ കൃത്യമായിട്ട് നോക്കിയിട്ട് മാത്രമേ ഒരു ക്ലാസ്സിൽ എന്ത് കയറാറുള്ളൂ അപ്പൊ നമ്മൾ എപ്പോഴും പഠിക്കുക എന്നുള്ളത് എന്റെ ഒരു ഇഷ്ടമാണ് അപ്പൊ നമ്മളുടെ ടേസ്റ്റ് നമ്മളുടെ ഇൻട്രസ്റ്റ് നമ്മളുടെ ഇമോഷൻസ് ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ കരിയർ തിരഞ്ഞെടുക്കേണ്ടത് മനസ്സിലായോ എന്റെ ബുദ്ധി നോക്കണം എന്റെ ബുദ്ധി ഏതിലാണ് എന്റെ ബുദ്ധി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരു പേപ്പർ എടുത്തിട്ട് നിങ്ങൾ ഇരിക്കുമ്പോൾ എനിക്ക് എത്ര ശതമാനം പഠിക്കാൻ പറ്റുന്നു എഴുതണം 10 സബ്ജക്ട് ഉണ്ടെങ്കിൽ 10 സബ്ജക്ട് എടുത്തിട്ട് ഏതാണ് ഏറ്റവും കൂടുതൽ അപ്പൊ നമുക്ക് മനസ്സിലാവും ഇപ്പൊ കൂടുതൽ സയൻസ് സബ്ജക്റ്റുകൾ പഠിക്കാൻ പറ്റുന്ന ആളിന്റെ ഐക്യു ഏതായിരിക്കും സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഐക്യു ആയിരിക്കും ആർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഹിസ്റ്ററി അങ്ങനെ ഉള്ളത് അപ്പൊ അത് നമ്മൾ അടയാളപ്പെടുത്തണം എന്നിട്ട് നമ്മളെ താല്പര്യം നോക്കണം നമ്മൾ സോഷ്യൽ വർക്ക് ആണോ താല്പര്യം സൈക്കോളജി ആണോ താല്പര്യം ഇങ്ങനെ നമ്മുടെ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇത് നിങ്ങൾക്ക് മനസ്സിലായോ ക്ലിയർ ആയോ ഇനി അടുത്തൊരു കാര്യം പറഞ്ഞുതരാം അപ്പൊ ഞാൻ ബുദ്ധിയുടെ കാര്യം പറഞ്ഞു തന്നു പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടതാണ് ആറ്റിറ്റ്യൂഡ് അതായത് ക്യാരക്ടർ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോ അയാളുടെ കണ്ണിൽ നോക്കി സംസാരിക്കണം കാരണം അല്ലാതെ നമ്മളെല്ലാം ഇപ്പൊ നിങ്ങളെല്ലാം അഡോളസെന്റ് ആണ് നമ്മളെ ശരീരത്തിനൊക്കെ ഭയങ്കര മാറ്റം വന്നു കാണും അല്ലേ മാറ്റം വന്നില്ലേ നാണം വരുന്ന ചില ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ ആക്കുന്നു നാണം വന്നെന്ന് പറഞ്ഞപ്പം നമ്മുടെ ശരീരമൊക്കെ മാറി അതൊക്കെ എന്തിന്റെ ലക്ഷണമാണ് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് വലിയ ആൾക്കാരായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പൊ ആ വളർച്ചയെ നമ്മൾ എങ്ങനെയാ കാണേണ്ടത് പേടിയോടെയല്ല കാണേണ്ടത് പിന്നെ എങ്ങനെയാ കാണേണ്ടേ എങ്ങനെ കാണണം ആത്മവിശ്വാസത്തോടെ പോസിറ്റീവായിട്ട് കാണണം ഞാൻ വളരുകയാണ് നമുക്ക് നമ്മളെ ശരീരത്തേക്ക്
ഒരുപാട് പേർക്ക് നമ്മളെ സ്വന്തം ശരീരത്തെ പെൺകുട്ടികൾക്കുള്ള ഒരു പ്രശ്നം അതാ ഇങ്ങനെ നടക്കും. നമ്മളെ നെഞ്ചൊക്കെ വളരണ ഭാഗമാകുമ്പോ പിന്നെ കൂനിയ നടക്കത്തുള്ളൂ, നിവർന്ന് നടക്കത്തില്ല. അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ശരീരത്തില് നമുക്ക് പിന്നെ പുരികം തന്നേക്കുന്നു. എന്തിനാ പുരികം തന്നേക്കുന്നേ? അയ്യോ തുപ്പാകെ തന്നേക്കുവാ, ഇവിടെ 2 പുരികം ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് തന്നതാണോ? അല്ല. പിന്നെ എന്തിനായിരിക്കും? വൃത്തിയായി കാണാൻ. എന്തിനാ? പുരികം വരച്ചു വെക്കാനോ? കേട്ടില്ല. ഒരാള് നമ്മളെ കാണുമ്പോ ഒരു സൗന്ദര്യത്തിന് നിനക്ക് ഇത്തിരി പുരികം ഇരിക്കട്ടെ, അങ്ങനെയാണോ? ഇമോഷൻസ് കാണിക്കാനായി ഇമോഷൻ കാണിക്കാവോ? പുരികത്തിലാണ് ഇമോഷൻ ഇരിക്കുന്നത്. ഇങ്ങനെ അങ്ങനെയല്ലേ ഉദ്ദേശിച്ചേ? പിന്നെ എന്ത് ഇമോഷനാണ് പുരികത്തിൽ ഇരിക്കുന്നത്? എനിക്ക് മനസ്സിലാക്കത്തില്ല. എന്നെ നിങ്ങളെ ചിരിപ്പിച്ചു കൊടുത്തു. പറ കേക്കട്ടെ. ആ കണ്ട, ആലോചിക്കൂ. എന്തിനാ പുരികം തന്നേക്കുന്നത്? പ്രശ്നമായല്ലോ, ഈ പുരികം ഒരു വലിയ ശല്യമായല്ലോ എന്നാണോ? അല്ല, നമ്മുടെ ശരീരത്തിന് നമുക്ക് എല്ലാം തന്നേക്കുന്ന ആവശ്യത്തിനാണ്. പുരികം തന്നിരിക്കുന്നത് നമ്മുടെ കണ്ണ് പുരികത്തിന്റെ താഴെ തൊട്ട് താഴെ ഇത്തിരി കുഴിയിലോട്ടാണ് അല്ലേ? അല്ലെ പുരികത്തിന്റെ അതേ ലെവലിലാണോ? അപ്പൊ ഒരു സാധനം വന്ന് അടിക്കുമ്പോഴത്തേക്ക് നമ്മളെ ഈ സാധനം റഫാണ്. അപ്പൊ കണ്ണം അടയ്ക്കുമ്പോഴത്തേക്ക് ഇത് തടഞ്ഞു നിർത്തും. ആണോ പൊടി? ഈ പുരികം തടഞ്ഞു നിർത്തൂലേ? പുരികത്തി വന്നാൽ ഇത് ചെയ്യും, മനസ്സിലായോ? അങ്ങനെ നമ്മളെ കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് കൺപീല് തന്നേക്കുന്നത്, പുരികം തന്നേക്കുന്നത്, അത് അടയാനുള്ള സെൻസ് തന്നേക്കുന്നത്. ഇതൊക്കെ തലച്ചോറ് പെട്ടെന്ന് പറഞ്ഞു കൊടുക്കണം. അടയടാ കണ്ണെന്ന് പറയുമ്പോൾ നമ്മൾ അടയ്ക്കുന്നതാണ്, മനസ്സിലായ? അല്ല നമ്മളെ കഴിവൊന്നുമില്ല. ഇപ്പൊ അടച്ചോ കണ്ടു ആ വന്നിരിക്കുന്നു പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കണ്ണടയ്ക്കും. മൂക്കിനകത്ത് രോമം തന്നേക്കുന്ന പൊടി കയറി ഒറ്റയടിക്ക് പോവാതിരിക്കാനാണ്. പല്ല് തന്നേക്കുന്നത് നമുക്ക് ആഹാരം ചവയ്ക്കാനാണ്. ചുണ്ട് തന്നേക്കുന്നത് അതിനെ പ്രൊട്ടക്ട് ചെയ്ത് അടച്ചു വെക്കാനാണ്. നമുക്ക് ഇവിടെയൊക്കെ ഹെയർ വരും. എന്തിനാ ഹെയർ വന്നേക്കുന്നത്? അവിടെ കൂടുതൽ വിയർപ്പ് വരുന്ന ഭാഗമാണ്, അവിടെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ ശരീരത്തിന് ഏതൊരു അവയവവും വേസ്റ്റ് ആയിട്ട് ഒരു തരി സാധനം തന്നിട്ടില്ല. എന്തിനേറെ പറയുന്നു, നഖം പോലും തന്നിരിക്കുന്നതിന് ആവശ്യമുണ്ട് ഇല്ലേ? എന്തെങ്കിലും സാധനം വേസ്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടോ? ഇല്ല. എല്ലാം നമുക്ക് എന്തിനാ തന്നിരിക്കുന്നത്? ആവശ്യത്തിനാണ് തന്നേക്കുന്നത്. അപ്പൊ ആ ആവശ്യം നമുക്കൊരു ശല്യമാണോ? അല്ല. നമ്മുടെ ശരീരം നമ്മളുടെ ഏറ്റവും മനോഹരമാക്കിയാണ് ആര് തന്നിരിക്കുന്നത്? പ്രകൃതി തന്നിരിക്കുന്നത്. അഥവാ ബയോളജിക്കലി നമുക്ക് വേണ്ട ഘടകങ്ങൾ മാത്രമാണ് തന്നിരിക്കുന്നത്. അത് മനസ്സിലായല്ലോ? ഇനി നമ്മൾ എങ്ങനെ നമ്മളെ ഫോം ചെയ്യണം, അതാണ് അടുത്തത്. അപ്പൊ നിങ്ങളുടെ ബുദ്ധിയെ കുറിച്ച് പറഞ്ഞു, നിങ്ങൾ എങ്ങനെ പഠിക്കണമെന്ന് പറഞ്ഞു, നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യകതയെ കുറിച്ച് പറഞ്ഞു. നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്ര ചിന്തിക്കണം. ഇനി എങ്ങനെ ചിന്തിക്കണം എന്നുള്ളതാണ് അടുത്തത് പറയാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. എന്താച്ചാല് നമ്മളൊക്കെ വളർന്നത് നമ്മളെ സ്വഭാവം ആരാ രൂപീകരിച്ചത്? കേട്ടില്ല. നമ്മളുടെ സ്വഭാവത്തെ ആരാണ് രൂപീകരിച്ചത് അല്ലെങ്കിൽ ഇങ്ങനെ ആക്കിയത്? ആരൊക്കെ ചേർന്നാണ്? നമ്മൾ സ്വന്തമായിട്ടാണോ? അമ്മയെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയും കൂടെ ചേർന്നാ? ആരാ പറഞ്ഞോ? ആ ഉത്തരം കറക്റ്റ് ആണെന്നു. ഞാനിപ്പോ മുട്ടായി തരും. ആ പറ. നമ്മള് നമ്മളെ ബന്ധുക്കളൊക്കെ എന്തോ അഫ്സല ഒന്നുകൂടെ പറഞ്ഞ നമ്മളെ ഈ പെരുമാറ്റങ്ങളാണ് നമ്മള് സ്വന്തമായിട്ട് രൂപീകരിച്ചെടുത്തത്. സ്വന്തമായിട്ട് അങ്ങ് രൂപീകരിച്ച അയ്യടെ സ്വന്തമായിട്ട് ആരും രൂപീകരിച്ചു? ചുറ്റുപാട്. ആ നമ്മളെ ചുറ്റുപാട്, നമ്മളെ മാതാപിതാക്കള്. ആ നമ്മളെ സ്വന്തമായിട്ട് കുറച്ചങ്ങ് രൂപീകരിച്ചു. പിന്നെ നമുക്ക് എത്ര സ്വഭാവം ഉണ്ട്? നമുക്കൊരു 2-3 സ്വഭാവം ഉണ്ട്. ഒന്ന് നമ്മളെ വീട്ടിൽ കാണിക്കുന്ന സ്വഭാവം, ഒന്ന് നമ്മുടെ കൂട്ടുകാരുടെ കാണിക്കുന്ന നമ്മളെ ഒറിജിനൽ സ്വഭാവം, 3 നമ്മൾ മാത്രം അറിയാവുന്ന ഒരു സ്വഭാവം. അങ്ങനെ 2-3 സ്വഭാവം നമുക്കുണ്ടല്ലേ? നാട്ടുകാരെ കാണിക്കുന്ന സ്വഭാവമൊക്കെയാണ് ഇവിടെ. നമുക്ക് നാട്ടുകാരുടെ അടുത്ത് നമ്മളാണ് എങ്ങനെയൊക്കെയാ പോകുന്നത് അല്ലേ? നമ്മളെ ഒറിജിനൽ കുളം കാണാൻ നമ്മളെ കൂട്ടുകാർക്കാർക്ക് ഒരുവിധമുള്ള എല്ലാം നമ്മളെ കൂട്ടുകാർക്കാർക്ക് അറിയാവുന്ന അല്ലേ? അപ്പൊ നമ്മളെ സ്വഭാവം രൂപീകരിക്കുന്നത് നമ്മളെ കുടുംബം, നമ്മളുടെ ചുറ്റുപാട്, നമ്മുടെ കൂട്ടുകാര്, നമ്മുടെ സമൂഹം, പിന്നെ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങൾ എന്ന് പറയും, സോഷ്യൽ മീഡിയ എന്ന് ഞാൻ എക്സ്ട്രാ പറയുന്നത്. യഥാർത്ഥത്തിൽ 4 പോയിന്റേ ഉള്ളൂ. സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ചേർന്നിട്ടാണ് നമ്മളെ സ്വഭാവം രൂപീകരിക്കുന്നത്. അപ്പൊ നമ്മളെ കുടുംബം എങ്ങനെ നമ്മളെ സ്വഭാവം രൂപീകരിക്കുന്നു? നമ്മളെല്ലാരും എവിടെയാ ജനിക്കുന്നത്? വിവിധ വീടുകളിലാണ് ജനിച്ചത് അല്ലെ? നമ്മളെല്ലാരും വ്യത്യസ്തരാണ്. ആണോ? നമ്മളെ ഇമോഷൻസ് വ്യത്യാസമാണ്, സംസാരിക്കാനുള്ള കഴിവ് വ്യത്യാസമാണ്, എനർജി ലെവൽ വ്യത്യാസമാണ്. ചിലര് ഹൈ എനർജി ആയിരിക്കും, ഇങ്ങനെ നിൽക്കും. ചിലരാണെങ്കിൽ എന്ത് പറഞ്ഞാലും മറ്റേ എന്താണ് കാറ്റ് പോയ ബലൂൺ പോലെ
ശോകം. ചിലർക്ക് എന്ത് പറഞ്ഞാലും കുറ്റം, എന്ത് പറഞ്ഞാലും ചുണ്ടിങ്ങനെ ഇരിക്കും. ഞാൻ പുതിയ കമ്മല് മേടിച്ചു, ഞാൻ അങ്ങോട്ട് പോയി, ഇങ്ങനെ ഇരിക്കുന്ന ചില ആൾക്കാരുണ്ട് അല്ലേ. ചിലരാണെങ്കിൽ എപ്പോഴും നമ്മളെ വിചിത്രയെ പോലെ ചിരിച്ചുകൊണ്ടിരിക്കും. എന്താ ഹാപ്പിനെസ് അല്ലേ അല്ലേ. അപ്പൊ നമ്മളെപ്പോഴും മറ്റേതാണെങ്കിൽ അഫ്സലിനെ പോലെ ഇരിക്കുന്ന ഇടക്കിടക്ക് ഒന്ന് കത്തുവടയും അങ്ങനെ ഇരിക്കുന്നവരുണ്ട് അല്ലേ. അപ്പൊ നമ്മളിങ്ങനെ വ്യത്യസ്തരാണ്. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മളിന് വേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ചിരിക്കാനുള്ള ഒരു കപ്പാസിറ്റി. എപ്പോഴും നമ്മൾ പ്ലസന്റ് ആയിട്ട് ഹാപ്പിനെസ് ആയിട്ടിരിക്കണം. നമ്മൾ ഒരാളെ നോക്കി ചിരിക്കുമ്പോഴത്തേക്ക് അയാൾക്ക് ഭയങ്കര സന്തോഷം വരില്ലേ. അതെ, നമ്മൾ ഒരാളെ കാണുമ്പോഴത്തേക്ക് നമ്മളെ മോന്താണ്ട ഇങ്ങനെ ആളോ ഇരിക്കേണ്ടേ. നിങ്ങൾ ഒരു സ്ഥലത്തോട്ട്, ഒരു പരിചയം ഇല്ലാത്ത ഒരു സ്ഥലത്തോട്ട് കയറി പോകണം. നമ്മളൊരു സ്മൈൽ കൊടുക്കണം. നമ്മളിപ്പോ പരിചയമില്ലാത്ത ഒരു സ്ഥലത്തോട്ട് നമ്മൾ കയറിപ്പോയപ്പോ നമ്മൾ ആദ്യം നോക്കുന്നത് എന്തായിരിക്കും, അവിടെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആരുണ്ടെന്ന് നോക്കും അല്ലേ. അപ്പം ഇങ്ങനെ ഇരിക്കുന്നവരുടെ നമ്മളൊന്നും അല്ല ചോദിക്കുവോ, നമ്മൾ ചോദിക്കില്ല. അതേസമയം ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആളിന്റെ അടുത്ത് നമ്മൾ എന്നിട്ട് ചോദിക്കും, ചേച്ചി എങ്ങോട്ടാണ്, ചേച്ചി ഞാൻ പോവേണ്ടതെന്ന് ചോദിക്കും അല്ലേ. അതാണ് ചിരിയുടെ ഒരു പ്രത്യേകത. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഒന്ന് വേണ്ട എന്താണ്, ഹാപ്പിനെസ്, സന്തോഷം. 2 നല്ല എനർജി ആയിരിക്കണം. അപ്പൊ ഈ സാധനമൊക്കെ നമ്മൾ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള ഒരു എന്താ പറയാ, ഒരു രഹസ്യം അല്ലെങ്കിൽ ഒരു ഗുഡൻസ് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയായിരിക്കണം നമ്മൾ സൂപ്പർ ആകാൻ പറ്റുന്നത്, ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുന്നത്. വലിയ കാര്യമല്ലേ ജീവിതത്തിൽ വിജയിക്കുക എന്നുള്ളത്, ആണോ? അപ്പൊ അതെങ്ങനെ വിജയിക്കാന്ന് പറഞ്ഞുതരാം. നമ്മളാണെങ്കിൽ നമ്മളപ്പം ഞാൻ ആദ്യം പറഞ്ഞ, നമ്മളപ്പം ഓരോ വീട്ടിലാണ് ജനിക്കുന്നത്. നമ്മളെ സ്വഭാവം രൂപീകരിക്കുന്നത് നമ്മളെ കുടുംബം, ചുറ്റുപാട്, കൂട്ടുകാർ, സമൂഹം, അങ്ങനെ 4 പേര് ചേർന്നിട്ടാണ്, പിന്നെ സോഷ്യൽ മീഡിയ കൂടെ ചേർന്നിട്ടാണ് നമ്മളെ സ്വഭാവം രൂപീകരിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെ പിന്നെ നമ്മളെ സ്വഭാവത്തെ സൂപ്പറാക്കി എടുക്കാം. അപ്പം നമ്മളെ കുടുംബം, അപ്പൊ നമ്മളെല്ലാരും ഓരോ കുടുംബ സാഹചര്യത്തിലായിരിക്കും ജനിച്ചത് അല്ലേ. അപ്പൊ ഇവരെല്ലാരും കൂടിയാണ് കണ്ടീഷനിങ് എന്ന് പറയും. അതായത് നമ്മള് ഇപ്പൊ വിചിത്ര മോളാണെങ്കിൽ പൊട്ടിട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചിത്ര എടുത്ത് ചോദിക്കുക കേട്ടോ, എല്ലാരും കേട്ടോളണേ. ഉത്തരം ഒരാളെ എനിക്ക് കാണത്തുള്ളൂ കേട്ടോ, ബാക്കിയുള്ളവരൊക്കെ വീഡിയോസിൽ ഉണ്ടായിരിക്കും, കാണാൻ പറ്റാത്തോണ്ടാന്നേ. അപ്പൊ പിന്നെ എന്തിനാ വിചിത്ര പൊട്ടിട്ടേക്കുന്നേ? മുഖത്തിന്റെ ഭംഗിക്ക് വേണ്ടി. മുഖത്തിന്റെ ഭംഗിക്ക് വേണ്ടി. ആര് പറഞ്ഞ അവിടെ പൊട്ടിട്ട ഭംഗി വരുമെന്ന്? എന്റെ ഇഷ്ടത്തിന് വെച്ച്. എന്റെ ഇഷ്ടത്തിന് വെച്ചതാണോ, ആരെങ്കിലും വെച്ച് വന്നിട്ട് ഞാൻ പിന്നെ വെക്കാൻ തുടങ്ങിയതാണോ? അമ്മ വച്ച് തന്നിട്ട് അമ്മ വച്ച് തന്നിട്ട് വെച്ചതാണ്. ഇതാണ് നമ്മുടെ ഒരു വലിയ പ്രശ്നം. നമ്മൾ എന്തിനാണ് നമ്മളെ ഒരു വിശ്വാസമാണ് ഇവിടെ പൊട്ടുവെച്ച് അങ്ങ് സുന്ദരിയാകും, അങ്ങനെ ആരൊക്കെയോ പറഞ്ഞു. എന്തിനാ? അതെങ്ങനെ ഒരു സയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയാമോ? അങ്ങനെ ഒരു ശാസ്ത്രം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ചില രാജ്യത്തെ സൗന്ദര്യം എന്തുവാന്നറിയാമോ, ഈ കഴുത്തിൽ റിങ് ഇടുന്നതാണ്. അപ്പൊ റിങ് ഇടുന്ന അനുസരിച്ച് കഴുത്ത് നീണ്ടുപോകും. അപ്പൊ ഇത്രയും വലിയ കഴുത്തുള്ളവരാണ് അവിടത്തെ സുന്ദരികൾ. ആലോചിച്ച് നോക്കും, ഇത്രയും നീളമുള്ള കഴുത്തൊക്കെ ആയിട്ട് വരുന്ന ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെയാണ് എന്തെന്ന് പറയുന്നത് അവിടത്തെ സൗന്ദര്യം. ചില രാജ്യത്തെ സൗന്ദര്യം എന്ന് പറയുന്നത് ഈ കാലില്ലേ, നമ്മുടെ പാദത്തിന് വരഞ്ഞ് കെട്ടി ചുറ്റി ഇങ്ങനെ ചെറുതാക്കി വെക്കും. അപ്പൊ അതാണ് എന്ത് പറയുന്നത് അവിടത്തെ സൗന്ദര്യം. ചില രാജ്യത്തെ സൗന്ദര്യം കാല് ചെറുതായിരിക്കണം. അപ്പൊ കൊച്ചു ജനിക്കുമ്പോ തൊട്ട് കാല് അങ്ങനെ ആക്കി കളയും. അപ്പൊ ഇതാണ് കണ്ടീഷനിങ് എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് നമുക്ക് എന്തിനാണ് പൊട്ടിടുന്നത്, ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. പൊട്ട് ഇങ്ങനെ ഒരുപാട് തരത്തിൽ നമ്മൾ പറ്റിക്കപ്പെടുന്നുണ്ട്. നമ്മളെ വിചാരം ഇവിടെ ഒരു പൊട്ടിട്ട് നമ്മളങ്ങ് സുന്ദരിയാവുമെന്നാണ് അല്ലേ എന്ന് പറയുന്നത് പോലെ ഇതിന്റെ ഒരു ചരിത്രം നമുക്ക് അറിയില്ല. നമ്മൾ എപ്പോഴാ പല്ല് കഴിക്കുന്ന, എപ്പോഴാ നമ്മൾ വീണ്ടും ഉറക്കം ഒഴിച്ചിട്ട് ആദ്യം ചെയ്യണ കാര്യം എന്താ? പല്ല് കഴിക്കും. ആരാ പഠിപ്പിച്ച പല്ല് കഴിക്കാൻ? നമ്മൾ നല്ല കുഞ്ഞു മാക്രിയായിരുന്ന സമയത്ത് നമ്മളെ വീട്ടിൽ 2 അടിയൊക്കെ തന്നിട്ട് കുറടി ഇതൊക്കെ പറഞ്ഞ് തേച്ച് നമ്മൾ കരഞ്ഞു വിളിച്ച് തേച്ചോണ്ടിരുന്ന നമ്മളിപ്പോ ഉറക്കം എണീച്ച് വരുന്ന തന്നെ മറ്റേ ബ്രഷും പിടിച്ചാണ്. കാരണം നമ്മളത് കണ്ടീഷനായി പോയി. നമ്മളെ സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് എന്ത് മാറി, പല്ല് തേപ്പ് മാറി. അപ്പം നമ്മളെ ഇങ്ങനെ ചുറ്റും നിൽക്കുന്നവരൊക്കെ നമ്മളെ ഉരുട്ടി നമ്മളിതൊരു സ്വഭാവം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഏത് കുടുംബത്തിൽ, ഏത് സാഹചര്യത്തിൽ, എവിടെയാണോ ജനിക്കുന്നത് ആ വീട്ടുകാർക്ക് വേണ്ട ഒരു പ്രോഡക്റ്റ് ആണോ നമ്മളെല്ലാരും? അവർക്ക് വേണ്ട ഒരു വസ്തുവായിട്ടാണോ അവർ വളർത്തുന്നത്? ആണോ അല്ലയോ? അല്ല. അതെങ്ങനെ പറയാൻ പറ്റും? ഇപ്പൊ വിചിത്ര ഒരു സായിപ്പത്തിന്റെ മോളാണെങ്കിൽ വിചിത്ര ഇങ്ങനെ തൂങ്ങിക്കൊടുത്തൂടെ ഇരിക്കുവോ? ഇല്ല. അപ്പം ആരാ ഈ ഡ്രസ്സൊക്കെ ഇട്ട് പൊട്ടൊക്കെ കുത്താൻ പഠിപ്പിച്ച ആരാ? അപ്പൊ ഈ ഡ്രസ്സൊക്കെ ഇട്ട് പൊട്ടൊക്കെ കുത്താൻ പഠിപ്പിച്ച ആരാ? അമ്മ അല്ലേ? അഫ്സലിനെ ടീഷർട്ട് ഇടാൻ ആരാ പഠിപ്പിച്ചേ? അഫ്സലെ ടീഷർട്ട് ഇടാൻ ആരാ പഠിപ്പിച്ചേ? അഫ്സലിനെ ടീഷർട്ട് ഇടാൻ ആരാ പഠിപ്പിച്ചേ? എന്റെ അമ്മ.
എന്റെ അമ്മ. ഓക്കെ. ഇപ്പൊ എന്റെ സാന്ദ്ര കുട്ടി കണ്ണാടിയൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. സാന്ദ്ര കുട്ടി മുടിയൊക്കെ ഇങ്ങനെ ഇട്ട് സൈഡൊക്കെ കിട്ടിയിരിക്കുന്നത്. ആരാ പഠിപ്പിച്ചേ? സാന്ദ്ര അമ്മ. അതാണ് നമ്മളുടെ വീട്ടിൽ ജനിക്കുന്ന അടുത്ത് വെച്ച്. അപ്പൊ മനസ്സിലായില്ലേ, നമ്മളെ ഇവരെല്ലാരും അവർക്ക് വേണ്ട ഒരു പ്രോഡക്റ്റ് ആക്കി നമ്മളെ മാറ്റിയിട്ടുണ്ട് ഇല്ലേ? അപ്പൊ നമ്മളെ സ്വഭാവം അവര് രൂപീകരിച്ചു. അവരാണ് പറഞ്ഞത് ഏത് ഡ്രസ് ഇടണം, ഫ്രോക്ക് ഇടണോ, ചുരിദാർ ഇടണോ, ഏത് തുണി എടുക്കണം, ഏത് പൊട്ടിടണം, എങ്ങനെ നടക്കണം, എങ്ങനെ മുടി കെട്ടണം, എങ്ങനെ ഇത് ചെയ്യണം. അപ്പൊ നമ്മളെ സ്വഭാവം രൂപീകരിച്ച ഒരാൾ ആരാണ്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തൊക്കെ നമ്മളെ കുടുംബത്തിൽ നിന്ന് പഠിക്കുന്നുണ്ട് അല്ലെ? അത് മൊത്തം നമ്മളെ പഠിപ്പിച്ച ഞാൻ പറഞ്ഞു നമ്മളെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗവും പഠിക്കുന്നത് കൊച്ചു പ്രായത്തിലാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളുടെ ഒരു സ്വഭാവ രൂപീകരണത്തിന്റെ വലിയൊരു ഭാഗം പഠിപ്പിച്ച ആരാണ്? നമ്മളെ വീട്ടിൽ. പിന്നെ രണ്ടാമത് ആരാ പഠിപ്പിക്കുന്നത്? നമ്മുടെ ചുറ്റുപാട്. അതായത് നമ്മളെ വീട്ടിന്റെ തൊട്ടപ്പുറത്തുള്ള അയൽവക്കം എന്നൊക്കെ പറയും. നമ്മളെ നാട്ടിലങ്ങനെയല്ലേ പറയുന്നത്? അയൽപ്പക്കം അങ്ങനെയല്ലേ പറയുന്നേ? അയൽപ്പക്കത്തുള്ളവർ അവരെങ്ങനാ? അവര് രാവിലെ, ഞങ്ങളാണെങ്കിൽ രാവിലെ ഉറക്കം ഒണിച്ച് കണ്ട അഫ്സലൊക്കെ രാവിലെ ഉറക്കം ഒണിച്ച് അങ്ങോട്ട് നിൽക്കുമ്പോ നല്ല സൂപ്പർ ചീത്ത വിളി അപ്പുറത്ത്. അപ്പൊ അഫ്സൽ ചീത്തയൊക്കെ കേട്ട് നമ്മളിങ്ങനെ കണ്ടൊക്കെ ഒഴിച്ച് നോക്കും, കൊള്ളാലോ ചീത്ത. അപ്പൊ നമുക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താ? നെഗറ്റീവ് കാര്യങ്ങൾ പെട്ടെന്ന് പഠിക്കും അല്ലേ? നല്ല കാര്യമൊക്കെ പറഞ്ഞാൽ നമ്മൾ പഠിക്കത്തേ ഇല്ല. നല്ല നല്ല കാര്യങ്ങളൊക്കെ പറയും, നമ്മൾ മൈൻഡ് പോലും ചെയ്യത്തില്ല. പക്ഷെ നെഗറ്റീവായ കാര്യങ്ങൾ പഠിക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ സൂപ്പർ ചീത്ത വിളി നമ്മൾ കേട്ട് പഠിക്കും. കൊള്ളാലോ ചീത്ത, നാളെ തൊട്ട് എപ്പോഴെങ്കിലും അവസരം വരുമ്പോൾ ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കും. അപ്പൊ നമ്മുടെ അയൽപക്കത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്ന ഏതൊരു കാര്യവും നമ്മൾ എന്ത് ചെയ്യും? പഠിക്കും അല്ലെ? അപ്പൊ അത് നമ്മളെ സ്വഭാവം രൂപീകരിക്കുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ ഘടകം എന്താണ്? മൂന്നാമത്തെ ഘടകം നമ്മളെ കൂട്ടുകാർ. അത് പിന്നെ പറയണ്ടല്ലോ, സൂപ്പർ കൂട്ടുകാരായിരിക്കുമല്ലോ നമുക്കുള്ളത്. അപ്പൊ നമ്മളെ ഒരു വിശേഷം എന്താന്ന് വെച്ചാല്, നമ്മളെ അഡോളസന്റ് പ്രായം എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ കൗമാരം, അതായത് നമുക്ക് പ്രേമമൊക്കെ മൊട്ടിട്ട് വിടർന്ന് പൂത്തുലഞ്ഞൊക്കെ നിൽക്കുന്ന സമയമൊക്കെ അല്ലേ? നമ്മളെ പ്രേമിക്കാനൊക്കെ നോക്കുന്ന അപ്പുറത്തേക്കുന്ന കൊച്ചിലെ തുടങ്ങി, ഇത് 1ാം ക്ലാസ്സിൽ തുടങ്ങി. എന്നാലും നമ്മള് ഔദ്യോഗികമായി ഇതിനെ ഏറ്റെടുക്കുന്നത് ഒരു 8ാം ക്ലാസ് തൊട്ടൊക്കെയാണ് അല്ലേ? അപ്പം നമ്മൾ അപ്പുറത്തേക്കുന്ന ചേട്ടൻ ഓട്ടക്കണ്ടിട്ട് പോകുന്നു, അപ്പുറത്തേക്കുന്ന കൊച്ചിങ്ങോട്ട് പോകുന്നു, ഇങ്ങനത്തെ ചുറ്റിക്കളികളൊക്കെ നടത്തുന്ന പ്രായം. അപ്പൊ അതാണ് നമ്മളെ കൗമാരം എന്ന് പറയുന്നത്. നമ്മളെ ശാരീരികമായി വളർച്ചാ വ്യത്യാസം വരുന്ന പ്രായം, നമുക്ക് മാനസികമായിട്ട് ഭയങ്കര വ്യത്യാസങ്ങൾ വരുന്ന പ്രായം, നമ്മൾ വലുതായി എന്ന് ചിന്തിക്കുന്ന പ്രായം, ഇങ്ങനെയൊക്കെ ഉള്ളൊരു പ്രായമാണ് നമ്മളെ കൗമാരം. അങ്ങനെയാണെങ്കിൽ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ കൂട്ടുകാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഇതിനെ പറയുന്നത് പിയർ പ്രഷർ എന്നൊരു വാക്കുകൊണ്ട് തന്നെ ഇതിനെ പറയുന്നുണ്ട്. അതായത് നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു 12 വയസ്സുണ്ട്, നിങ്ങളെയൊക്കെ ഒരു പ്രായം അങ്ങോട്ട് തുടങ്ങി ഒരു +2 ഡിഗ്രി വരെ നമ്മളെ നിയന്ത്രിക്കുന്ന നമ്മളെ കൂട്ടുകാരായിരിക്കും. അത്ര പിയർ പ്രഷർ ആയിരിക്കും. എന്താ ഈ പിയർ എന്ന് പറഞ്ഞാൽ? കൂട്ടുകാര്. അവരുടെ പ്രഷർ എന്തൊക്കെ പ്രഷറാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ 9ാം ക്ലാസ് ഒക്കെ ആയി, അപ്പോഴത്തേക്ക് നമ്മളെ കൂട്ടുകാരൻ പറയും, എടാ അളിയ നീ അടിച്ചിട്ടുണ്ടാടാ, 2 അടിക്കണോടാ, സൂപ്പർ സാധനം ഉണ്ടാ. അപ്പൊ അവൻ പറയും, വേണ്ട കേട്ടോ, എന്റെ വീട്ടിലൊക്കെ അറിഞ്ഞ പ്രശ്നമാണ്, നീ എന്നെ വെള്ളം അടിക്കാനൊന്ന് പ്രോത്സാഹിപ്പിക്കണം. പറയും, നീ ഒന്ന് അടിച്ചു നോക്കൂ, ഒരല്പം അടിച്ചാൽ മതി, കിട്ടിയ സാധനമാണ്, നീ അടി 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 എന്ന് പറഞ്ഞ അവസാനം എന്ത് ചെയ്യും? ഇവൻ ഇത്രയും നിർബന്ധിച്ചതല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു പെഗ് വാങ്ങിച്ചടിക്കും. എത്ര വയസ്സുണ്ട്? 14 വയസ്സ്. 14 വയസ്സിൽ നമ്മൾ ആദ്യത്തെ പെഗ് അടിക്കും. മറ്റവൻ നമ്മളെ ഒരു രക്ഷയില്ല, അവസാനം നമ്മളെ അടിച്ചടിച്ച് കൊള്ളാം, കിടിലമാണ്, സൂപ്പർ ആണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങനെ അടിച്ചടിച്ചിരിക്കും. അവസാനം ഒരു 10-25 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഏതെങ്കിലും ഓടയിൽ കിടന്ന് തലയൊക്കെ പൊക്കി ഇങ്ങനെ നോക്കുമ്പോ കാണാം ആ പ്രോത്സാഹിപ്പിച്ച കൂട്ടുകാരൻ വെളിയിലൊക്കെ പോയി ജോലിയൊക്കെ മേടിച്ച് നല്ലൊരു പെണ്ണിനെയൊക്കെ കല്യാണം കഴിച്ച് സൂപ്പർ ആയിട്ട് വരുന്ന കാണാം അല്ലേ? അതോ വരത്തില്ലേ? അപ്പൊ നമ്മൾ എവിടെ കിടക്കും? മറ്റേ പാമ്പ് പോലെ കുഴി കിടക്കും. അളിയാ നീ വന്നോ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലോട്ട് പോകും. അതാണ് നമ്മളെ കൂട്ടുകാർ പലതും ചെയ്യാനായിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ നമുക്ക് എന്ത് വേണം? കൺട്രോൾ വേണം. അതിലോട്ടൊന്നും നമ്മൾ പോയാൽ നമ്മളെ ജീവിതം കൊലയും. അവസാനം ഞാൻ ഓടെ കിടക്കേണ്ടി വരും. അവസാനം തല പൊക്കുമ്പോ മറ്റവൻ പോകും എന്നൊക്കെ ആലോചിക്കണം. പിന്നെന്താ? പെമ്പിള്ളാർക്കും ഇതേപോലെ പ്രഷറുകളുണ്ട്. എന്തൊക്കെയാ? നോക്കടി, ആ ബാക്കിൽ നിന്ന് വരുന്ന ചേട്ടൻ എന്തോ സൂപ്പർ ആടി, അവൻ നോക്കുന്ന കണ്ടോടി, ഒന്ന് നോക്കടി എന്ന് പറഞ്ഞ അവസാനം നമ്മളൊന്ന് നോക്കും. അതോടുകൂടി ജീവിതം എല്ലാം കൂടെ പോയി ലാസ്റ്റ് ചിലപ്പോ വല്ല പച്ചക്കൊമ്പിലാ തൂങ്ങി നിൽക്കേണ്ട അവസ്ഥയാവും. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ഈ പിയർ പ്രഷറിലൊന്നും പെട്ടെന്ന് അങ്ങോട്ട് വീഴരുത്. വീട്ടുകാർ പലതും പറയും, അതിനകത്ത് വീഴരുത്. ചുറ്റുപാട് പല ചീത്തകളും കേൾക്കും, നമ്മൾ പഠിക്കരുത്. നമുക്ക് നമ്മളുടേതായ ഒരു ക്യാരക്ടർ വേണം. ഇനി അടുത്തത് നമ്മുടെ സമൂഹം എല്ലാ ദിവസവും ന്യൂസ് പിടിക്കുമ്പോൾ നമ്മൾ കാണുന്നത് വെട്ട്, കൊല, ചീത്തവിളി, അടിയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എന്നും ഭീകരാക്രമണം, ബോംബാക്രമണം, നമ്മളുടെ മാനസിക പീഡനങ്ങൾ, നിങ്ങൾ ഒരുപാട് പീഡനങ്ങൾ കാണാറുണ്ട് അല്ലെ? ഇതൊക്കെ നമ്മളെ സ്വഭാവത്തെ ബാധിക്കും. അപ്പൊ പിന്നെ സോഷ്യൽ മീഡിയ, സാമൂഹ്യ മാധ്യമങ്ങൾ, അതായത് ഗെയിം പോലുള്ളത് കളിക്കുക ഭയങ്കര അപകടമാണ്. ഗെയിം എന്താ?
നമ്മളെ തലച്ചോറ് വർക്ക് ചെയ്യുന്നത് 18 വയസ്സ് വരെയാണ്. അപ്പം അതിനുശേഷം നമ്മളെ ഫ്രോണ്ടൽ ലോബ് എന്ന് പറയും, അതായത് വൈകാരിക തലങ്ങൾ ഫ്രണ്ട് വളർന്നു പൂർത്തിയാകുന്നത് 23 വയസ്സിലുമാണ്. അപ്പൊ നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് 23 വയസ്സ് വരെ നമുക്ക് ഉണ്ടാവത്തില്ല. അപ്പൊ നമ്മൾ ഈ തലച്ചോറ് വളരുന്ന പ്രായത്തിൽ നമ്മളെ ഗെയിമുകൾ കളിക്കില്ല. എന്താ ഗെയിമിനകത്തുള്ളത്? പബ്ജിക്കകത്ത് എന്താ ചെയ്യുന്നത്? പബ്ജി വെടിവെക്കുക. നമ്മൾ സൂപ്പർ സാധനങ്ങളാണ് കളിക്കുന്നത്. കാരണം എന്താ? വെടിവെക്കുക, ടിഷ്യൂ കൊല്ലുക, കുത്തുക. വീട്ടുകാർ പറയും ഗെയിമാണെന്ന്. പക്ഷെ നമുക്കറിയാം ഇത് സെൻസർ ചെയ്യാത്ത സാധനമാണ്. നമ്മൾ വെട്ടാനും കുത്താനും കൊല്ലാനും ഒക്കെ പഠിച്ച് നമ്മളെ തലച്ചോറ് എന്ത് ചെയ്യും? ഒരു ക്രിമിനലായിട്ട് നമ്മൾ അറിയാതെ മാറും. അവസരം കിട്ടുമ്പോ കത്തിയെടുത്ത് അങ്ങ് കുത്തിക്കൊടുക്കും. കഴിഞ്ഞ ദിവസം എന്റെ അടുത്ത് ഒരു 19 വയസ്സുള്ള ഒരു കൊച്ചു വന്നു. ആ കൊച്ചിന് പ്രേമം കൂടി പ്രാന്തായ എന്റെ അച്ഛന്റെ കൈ അടിച്ചൊടിച്ച് കളഞ്ഞു. ആലോചിച്ച് നോക്ക്. പ്രേമം കൂടിയിട്ട് എന്തായി? പ്രശ്നമായി. പ്രേമം ഒരുതരം വിഷയമാണ്. അപ്പൊ നമ്മൾ അതിന്റെ ഡൊപ്പാമിൻ എന്ന് പറയും. നമ്മുടെ ശരീരത്തിൽ ഡൊപ്പാമിൻ എന്ന് പറയുന്ന രാസവസ്തുവിന്റെ അളവ് ഗെയിമൊക്കെ കളിക്കുമ്പോൾ കൂടും, പ്രേമിക്കുമ്പോ കൂടും. ഇങ്ങനെയുള്ള സാധനമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ചില പരിപാടി വരുമ്പോ കൂടും. അവസാനം അടുത്തിരിക്കുന്ന അമ്മയെ കണ്ടാൽ യക്ഷിയെ പോലെയൊക്കെ ഇരിക്കും. ഈ തള്ള എന്താ ഇങ്ങനെ യക്ഷിയെ പോലെ ഇരിക്കുന്നത് എന്നൊക്കെ നമ്മൾ ചോദിക്കും. കാരണം എന്താ? ഡൊപ്പാമിൻ കൂടി വട്ടാവുന്നതാണ്. അപ്പൊ നമ്മൾ അതൊക്കെ തിരിച്ചറിയണം. നമ്മൾ ഈ പറഞ്ഞതെല്ലാം നിയന്ത്രിക്കണം. ഇതൊക്കെ നമ്മുടെ സമൂഹമാണ്. ഇവരൊക്കെ ചേർന്നാണ് നമ്മളെ സ്വഭാവം രൂപീകരിക്കുന്നത്. അപ്പൊ ഇവിടെയൊക്കെ നല്ല ക്യാരക്ടർ ഫോം ചെയ്യാൻ ആര് തന്നെ പഠിക്കണം? നമ്മൾ സ്വയം പഠിക്കണം. അപകടങ്ങളും ഒക്കെ ആയിരിക്കും. ചിലപ്പോ വീട്ടിൽ നിന്ന് പറഞ്ഞു തരുന്ന എല്ലാം ശരിയാവത്തില്ല. അപ്പൊ നമ്മളെ വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ചിന്തിക്കണം. മനസ്സിലായോ? നമ്മുടെ കൂട്ടുകാർ പലതിലേക്കും വിളിക്കും. കഞ്ചാവ്, മയക്കുമരുന്ന്, ഡ്രഗ്സ്, വെള്ളം അടിക്കാൻ, ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കും. പിന്നെ ജീവിതം മൊത്തത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രായമാണ് നമ്മളെ കൗമാരത്തിലേക്കാണ് നമ്മളിപ്പം ഫോൺ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ഫേസ്ബുക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരാൾക്കാരായിരിക്കും അല്ലെ നിങ്ങള്? അപ്പൊ നമുക്ക് ആദ്യം വരുന്ന മെസ്സേജ് എന്താ? ഒരു പരിചയമില്ലാത്ത ആളിൽ നിന്ന് ആദ്യം വരുന്ന മെസ്സേജ് എന്തായിരിക്കും? ഹായ്. ഹായ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? തിരിച്ച് ഹായ് കൊടുക്കുമോ? ആരാണെന്ന് ചോദിക്കും. അവിടെ തൊട്ട് തുടങ്ങുകയാണ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നം. പെമ്പിള്ളേരാണെങ്കിൽ തിരിച്ച് ഹായ് പറയില്ല. അഫ്സലാണെങ്കിൽ തിരിച്ച് ആരാണ് അളിയ ഹായ്, ഞാനൊരു ആൺകൊച്ചല്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. ബാക്കി ഭവിഷ്യത്ത് ഞാൻ പറഞ്ഞുതരാം. പെൺകൊച്ചാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാല് തിരിച്ചൊരു ഹായ് പറയത്തില്ല. എന്നിട്ട് നമുക്കൊരു കുത്തായിരിക്കും അവനോട്. അവന്റെ ഒരു ഹായ്, രണ്ടാമത്തെ ഹായ് മറ്റേ വരും. അപ്പോഴും നമ്മൾ മൂന്നാമത്തെ ഹായ്, 4, 5, 6 ആകുമ്പോ എന്നാ പിന്നെ ആരെന്നൊന്ന് ചോദിക്കാം, ഞാനല്ലേ, എനിക്ക് സൂപ്പർ ഇതല്ലേ, എനിക്ക് ഭയങ്കര കൺട്രോളാണ്, ഇവനൊന്നും വിചാരിച്ചാൽ ഞാൻ ലൈനിലൊന്നും വീഴൂലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു ഹായ് അങ്ങോട്ട് കൊടുക്കും. ഹായ് കൊടുക്കുമ്പോ എന്താ പ്രശ്നം? അഫ്സലും കൊടുക്കും ഒരു ഹായ്. അത് ആൺകൊച്ചല്ലേ, ഞാൻ ഇരിക്കട്ടെ ഒരു ഹായ് എന്ന് പറയും. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ തൊട്ട് നമ്മൾ അങ്ങോട്ട് അവരുമായിട്ട് സംസാരിക്കും. അപ്പൊ ഈ നമ്മൾ നേരിട്ട് സംസാരിക്കുന്നതിനേക്കാളും ഭയങ്കര പവറാണ് ഈ സോഷ്യൽ മീഡിയ കൂടെ സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിച്ച് നമ്മൾ ഭയങ്കര കൂട്ടായി. നമ്മളെ വീട്ടിലെ കാര്യം, അപ്പുറത്തെ വീട്ടിലെ കാര്യം, പഞ്ചായത്തിലെ കാര്യം, ജില്ലയിലെ കാര്യം എല്ലാം പറഞ്ഞ് കാര്യങ്ങളെല്ലാം തീരും. അവസാനം ഈ ചേട്ടന്മാര് ചോദിക്കും, പെമ്പിളാരോടാണെങ്കിൽ ചോദിക്കുക, എന്റെ ചക്കരെ മുത്തേ നിന്നെ കാണാൻ എന്നാ സുന്ദരിയാടി. അപ്പൊ ഞാൻ പറയും, ഓ നമ്മളെ സുന്ദരി, നമ്മളെ കൂട്ടുകാരൊക്കെ നമ്മളെ പലവിധ ഇരട്ട പേരുകളായിരിക്കും വിളിക്കുന്നത്. മാക്രി, മത്തങ്ങ തലച്ചിന്നൊക്കെ ആയിരിക്കും വിളിക്കുന്നത്. പിന്നെ വീട്ടുകാരാണെങ്കിൽ സുന്ദരി എന്ന് പറയത്തൂല്ല. അപ്പൊ ആകെ പറയാൻ വന്ന ചേട്ടനെ കാണുമ്പോൾ നമുക്കൊരു മോഹം തോന്നും. എന്നാ പിന്നെ ചേട്ടന്റെ ഒരു ഹായ് കൊടുത്താലും. അങ്ങനെ നമ്മൾ ഹായ് ഒക്കെ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യും? സംസാരിച്ചു കൊടുക്കുക. അപ്പൊ ചേട്ടൻ പറയും, നിന്റെ കണ്ണൊന്ന് അയക്കൂ, എത്ര മനോഹരമായ കണ്ണുകളാണ്, ആ കണ്ണൊന്ന് അയക്കും മുത്തേ, ഞാൻ ഒന്ന് കാണട്ടെ മുത്തേന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ പറയും കണ്ണൊന്നും കൊടുക്കത്തില്ല. ലാസ്റ്റ് ആലോചിച്ച് നമ്മൾ അവസാനം നമ്മളെ കണ്ണൊന്ന് അയക്കും. ഒരു കണ്ണല്ലേ എന്തോ ഇരിക്കുന്നല്ലേ, ഒരു കണ്ണയച്ചാൽ എന്താ പ്രശ്നം? അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ഒരു കണ്ണങ്ങ് അയച്ചു കൊടുക്കും. അവസാനം നമ്മൾ കണ്ണയച്ചു, മൂക്കയച്ചു, ചുണ്ടയച്ച്, അയച്ച് ഉള്ളതെല്ലാം അവൻ മേടിച്ചുകൊണ്ട് പോയി. ലാസ്റ്റിലാവും ഭീഷണിപ്പെടുത്തലായി, അടിയായി, വളമായി, വഴക്കായി, സമാധാനം പോക്കായി. അവസാനം നമ്മളുടെ മൊത്തം നിയന്ത്രണവും പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ ഹായ് തൊട്ട് സൂക്ഷിക്കണം. ഇനി ആമ്പിള്ളേരെയാണ് ഏറ്റവും കൂടുതൽ പറ്റിക്കുന്നത്. ആമ്പിള്ളേർ പിന്നെ ചാടി കയറി നമ്മൾ അഫ്സല് പറഞ്ഞ കണക്ക് ഹായ് വന്നടേ, ആരാ, എന്താ എന്നങ്ങോട്ട് ചോദിക്കും. അവിടെ തൊട്ട് അങ്ങോട്ട് മറ്റവ സംസാരം തുടങ്ങും. എന്നിട്ട് അവൻ പറയും, ലാസ്റ്റിൽ എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് വശീകരിച്ച് അവസാനം പറയും, നീ ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ നിന്റെ പേര് ഞാൻ അവിടെ കൊടുക്കും. ഇടയ്ക്ക് ഇവിടെ തിരുവനന്തപുരത്ത് നടന്നൊരു സംഭവം ഉണ്ട്. ഇതേപോലെ ഒരു പയ്യനാണെങ്കിൽ, എനിക്ക് പറയുന്നത് മോശമാണ്, എന്നാലും നിങ്ങൾക്ക് പറഞ്ഞുതരാം. തിരുവനന്തപുരത്ത് ഇതേപോലെ ഒരു പയ്യന് ഒരു ഹായ് വന്നു. അവസാനം ഒരുത്തൻ പരിചയപ്പെട്ടു. എന്നിട്ട് അയാള്, ഈ പയ്യനാണെങ്കിൽ 9ാം ക്ലാസ് പഠിക്കുക, അവനാണെങ്കിൽ എന്ത്
എന്ത് കൊടുത്തു? 1,00,000 രൂപ കൊടുത്തു. നിങ്ങളങ്ങനെ 10 രൂപ നമ്മൾ കണ്ടിട്ടുണ്ടാലേ നേരെ ചൊവ്വേ. സ്കൂളിൽ പോകാൻ 10 രൂപ തരും, പിന്നെ ഇഞ്ചി മിഠായി മേടിക്കാൻ 5 രൂപ വീട്ടിൽ നിന്ന് കിട്ടും. മൊത്തം 15 രൂപ കണ്ടോണ്ടിരിക്കുന്ന അവൻ ഇതാ കിടക്കുന്നു 1,00,000 രൂപ കിട്ടി. അവൻ എന്ത് ചെയ്തു? ഇത് വെച്ചിരുന്നിട്ട് മറ്റവൻ ചോദിക്കുന്നില്ല. ഫേസ്ബുക്കിൽ പരിചയപ്പെട്ടവനാണ്. അവസാനം എന്ത് ചെയ്യും? ചോദിച്ച് ലാസ്റ്റില് ഈ പറയുന്ന പൈസ ചോദിക്കാതാകുമ്പോ നമ്മൾ എന്ത് ചെയ്യൂടെ? നമ്മൾ ലട്ടുമുട്ടായി മേടിച്ചിരുന്നു അല്ലേ? അങ്ങനെ ലട്ടമുട്ടായും കൊട്ടമുട്ടായും ചട്ടമുട്ടായും ഒക്കെ തിന്നു നമ്മളെ 1,00,000 രൂപ തീർന്നപ്പോഴത്തേക്കും മറ്റവൻ വന്ന് പറഞ്ഞു, മര്യാദയ്ക്ക് എന്റെ കാശെടുക്കടാ, ഇല്ലെങ്കിൽ അടിച്ച് കൂട്ടുകളയുമെന്നൊക്കെ പറഞ്ഞ് പോലീസ് കേസ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ കൊച്ചു പിള്ളേരാണ്, നമ്മൾ വിരണ്ടു പോകും. അതേപോലെ അവനും വിരണ്ടു പോയി, പേടിച്ചു പോയി. അവസാനം എന്ത് ചെയ്തെന്നറിയാവോ? അവസാനം ഈ പയ്യനോട് പറഞ്ഞു, പറയാൻ ഇത്തിരി വിഷമമുണ്ട് എന്നാലും പറയാം, അവന്റെ അനിയത്തി കുളിക്കുമ്പോൾ ഉള്ളൊരു വീഡിയോ എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ലാസ്റ്റിൽ ഈ പയ്യൻ ഗതികെട്ട് അത് ചെയ്തു. വീഡിയോ എടുത്ത് അപ്ഡേറ്റ് ചെയ്തു. അവസാനം പോലീസ് വന്ന് ഇവനെ അറസ്റ്റ് ചെയ്തു, പിടിച്ചോണ്ട് പോയി. നമ്മൾ വാട്സാപ്പിലൊക്കെ ഇടുന്നത് ഏതൊരു സാധനവും ഇതേപോലത്തെ കൊച്ചു കുട്ടികളുടെ നമ്മൾ കാണാൻ പാടില്ലാത്ത വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുകയോ കാണുകയോ ഒക്കെ ചെയ്താൽ എന്ത് ചെയ്യും? പോലീസ് പിടിക്കും. അപ്പൊ നമ്മളിപ്പോ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ വാട്സാപ്പിലൊക്കെ ചെയ്താൽ പോലും വാട്സാപ്പ് അഡ്മിനെ വന്ന് അറസ്റ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് സൈബർ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്. അത് ഇനി ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് വെച്ചുതരാൻ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മളുടെ തന്നെ ഒരു സ്വഭാവം രൂപീകരിക്കണം. പിന്നെ നമ്മുടെ വീട്ടുകാര് നമ്മൾ ജനിക്കുമ്പോ തൊട്ട് പറഞ്ഞു വളർത്തുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളെയൊക്കെ കല്യാണം കഴിച്ചു വിടാനുള്ളതാണ്, മറ്റു വീട്ടിൽ ചെന്ന് കയറാനുള്ളതാണ്, നിങ്ങൾ കെട്ടിപ്പോകാനുള്ളതാണ് എന്നൊക്കെ പറയും. എന്നിട്ട് നമ്മൾ പെണ്ണായതിന്റെ പേരിൽ നമ്മൾ ആത്മവീര്യം കെടുത്തിക്കളയും. ആങ്കൊച്ചായതിന്റെ പേരിൽ അവന്മാരുടെ ആത്മവീര്യവും കെടുക്കും. കാരണം നീ കുടുംബം നോക്കാനുള്ളതാണ്. ആമ്പിളാരോട് പറയുന്നതാണ്, കുടുംബം നോക്കാനുള്ളവനാണ്, നീ കരയാൻ പാടില്ല, നിനക്ക് മസില് വേണം, നിനക്ക് ഇത് വേണം, അത് വേണം, അങ്ങനെ പറഞ്ഞ അവരെയും പെൺകുട്ടികളെയും ഇങ്ങനെ ഹരാസ് ചെയ്യും. അങ്ങനെ ചെയ്ത് ഇത് നമ്മൾ വിചാരിക്കും നമ്മൾ കല്യാണം കഴിച്ചു പോകാനുള്ള ഒരു വസ്തുവാണെന്ന് വിചാരിക്കും അല്ലേ? അങ്ങനെ ഒന്നും വിചാരിക്കരുത്. ഒന്നും കളഞ്ഞാലും കല്യാണം കഴിക്കാൻ നിൽക്കരുത്. പഠിക്കണം. ഒറ്റ ലക്ഷ്യം കാണത്തുള്ളൂ ജീവിതത്തില്, പഠിക്കുക എന്നുള്ള ലക്ഷ്യം. മനസ്സിലായോ? നമ്മുടെ ശാരീരിക വളർച്ച എല്ലാ മനുഷ്യരെയും പോലെ, നമ്മുടെ എല്ലാ ജീവജാലങ്ങളെയും പോലെ നമ്മുടെ ശാരീരിക വളർച്ച നമ്മുടെ ജീവിതത്തിന്റെ പാർട്ടാണ്. അതിനകത്ത് ഒരു വൃത്തികേടുമില്ല. നമ്മുടെ ശരീരഭാഗത്തിനോ ആർത്തവത്തിനോ ഒന്നും ഒരു വൃത്തികേടുമില്ല. മനസ്സിലായോ? നമുക്ക് പീരിയഡ്സ് ആവുന്നതിനൊന്നും എന്തില്ല, മോശമൊന്നുമില്ല. പീരിയഡ്സ് ആവുന്നതൊക്കെ നമുക്ക് യഥാസ്ഥിതി ഓരോ കാലഘട്ടത്തിൽ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ആരുടെയോ ഇത് സൗണ്ട് മ്യൂട്ടും. മോളെ വൃന്ദ, അതൊന്ന് മ്യൂട്ട് മാറ്റുമോ? ഓക്കെ. അപ്പം നമ്മൾ അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. നമ്മളെ ശരീരം ഏറ്റവും ആത്മാഭിമാനത്തോടു കൂടി നമ്മൾ കാണണം. കാരണം നമ്മളെ ശരീരം എന്താണ്? അഭിമാനമുള്ള ഒന്നാണ്. അത് ആണോ പെണ്ണോ ആകട്ടെ, ആണിന്റെ ശരീരവും പെണ്ണിന്റെ ശരീരവും ആത്മാഭിമാനം ഉള്ളതാണ്. നമ്മുടെ ശരീരത്തിന്റെ വളർച്ചയുടെ ഭാഗമായി നമ്മുടെ ശരീരത്തിൽ പല വ്യത്യാസങ്ങളും ഉണ്ടാകും. ആ വ്യത്യാസങ്ങളൊന്നും തന്നെ നമ്മളെ ബാധിക്കാൻ പാടില്ല. നമ്മൾ ആത്മവിശ്വാസത്തോടെ സംസാരിക്കാനും ആരോടും പോസിറ്റീവായി സംസാരിക്കാനും ചിരിച്ചുകൊണ്ട് സംസാരിക്കാനും പഠിക്കണം. ഒരു പോസിറ്റീവ് എങ്കിലും ഒരാളെ കാണുമ്പോഴത്തേക്കും കൊള്ളാം, നമ്മള് എന്താ പറയുക, സാന്ദ്രക്കുട്ടി മുടിയൊക്കെ ഒതുക്കി കെട്ടിയിരുന്നു, നല്ല ഭംഗിയുണ്ട്, ഇപ്പൊ സാന്ദ്രയ്ക്ക് ഒരു സന്തോഷമുണ്ട് അല്ലെ? അഫ്സൽ നല്ല സൂപ്പറായിട്ട് അഫ്സൽ ഇരിക്കുന്നുണ്ട്, ബാക്കിയുള്ളവരൊന്നും കാണുന്നില്ല, ഞാൻ മൊബൈലിലാണ് ക്ലാസ് എടുക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പൊ എനിക്ക് നിങ്ങളെയൊക്കെ കാണാം, വളരെ പ്ലസന്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അതും നിങ്ങളുടെ ഒരു പ്ലസന്റ് ആണ്. നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായിട്ട് സംസാരിക്കുക, നെഗറ്റീവായ കാര്യങ്ങളെ മാറ്റി നിർത്തുക, നമ്മൾ നന്നായിട്ട് പഠിക്കുക. നമ്മളിപ്പോ പ്രേമത്തിനൊക്കെ ഉള്ളൊരു വിഷയമുണ്ട്. എന്താ വെച്ചാല് നമ്മൾ എന്നും ഒരേ സ്വഭാവമാണോടെ? നമുക്ക് മാറ്റം വരില്ലേ? നിങ്ങളിപ്പം 4ാം ക്ലാസ്സിൽ ചിന്തിച്ചതുപോലെ ആണോ 9ലും 10ലും ഒക്കെ ചിന്തിക്കുന്നേ? ആണോ? അല്ല. അപ്പൊ നമ്മളുടെ ഒരു പ്രേമത്തിനൊരു വിഷയം ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോ 4ാം ക്ലാസ്സിൽ ഒരാളെ കണ്ടു, ഒരു പയ്യനെ കണ്ടു. അപ്പൊ ഒരു പയ്യൻ അവിടെ ഇങ്ങനെ മുടിയൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പൊ നമ്മൾ അവനെ നോക്കി ഒന്ന് ഓട്ടക്കണ്ണിട്ടൊക്കെ നോക്കി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊള്ളാന്നൊക്കെ ആലോചിച്ചു, നമ്മളൊന്ന് പ്രേമിക്കാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? കുറച്ചു കഴിഞ്ഞ് നമ്മളൊരു 4ാം ക്ലാസ് പ്രേമിച്ചവൻ 7ാം ക്ലാസ് ആകുമ്പോൾ നമ്മളെ ആറ്റിറ്റ്യൂഡ് മാറൂലേ? നമ്മളെ ക്യാരക്ടർ മാറും, നമ്മളെ സൈസ് വ്യത്യാസം വരും. അപ്പൊ ചിലപ്പോ 4ാം ക്ലാസ്സിലെ പയ്യനോ പെങ്കൊച്ചോ നമ്മളെ സൈസേ ആവത്തില്ല. അപ്പൊ നമുക്ക് ഭയങ്കര വേരിയേഷൻ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം പ്രേമമാണെന്ന് പറഞ്ഞെങ്കിൽ അവനെ അങ്ങ് തേക്കും അല്ലേ? അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞു പോകും. അവസാനം 7ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 8ാം ക്ലാസ്സിൽ നമുക്കൊരു പുതിയ പ്രേമം തുടങ്ങി.
7ാം ക്ലാസ്സിൽ. 7ാം ക്ലാസ്സിൽ പുതിയ പ്രേമമൊക്കെ തുടങ്ങി ഇങ്ങനെ ഇരുന്നു. അപ്പൊ എല്ലാരും വിളിക്കും, എന്തോ വിളിക്കും, രാജീവിന്റെ സ്മിത ദാ വരുന്നു എന്ന് പറയും. രാജീവിന്റെ സ്മിതയുടെ വാലിങ്ങനെ കിടക്കും, രാജീവിന്റെ സ്മിത. അങ്ങനെ രാജീവിന്റെ സ്മിത ഇങ്ങനെ പ്രേമിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞ് 7ാം ക്ലാസ് കഴിഞ്ഞ് 10ാം ക്ലാസ് ആകുമ്പോൾ നമ്മളെ സ്വഭാവം മാറുമോ? നമ്മളെ സ്വഭാവം മാറും, നമ്മളെ ആറ്റിറ്റ്യൂഡ് മാറും, നമ്മളെ ക്യാരക്ടർ മാറും, നമ്മുടെ ചിന്താഗതികൾ മാറും, നമ്മളെ ഇഷ്ടങ്ങൾ മാറും, നമ്മളുടെ താല്പര്യങ്ങൾ മാറും. അപ്പൊ എന്താ പറ്റും? നമ്മൾ എന്ത് ചെയ്യും? 7ാം ക്ലാസ്സിൽ പ്രേമിക്കവനെ അങ്ങ് തേക്കും. അപ്പൊ നമ്മളൊരു തേപ്പുകാരിയാവും, രാജീവിന്റെ സ്മിതയും ആവും. അങ്ങനെ പിന്നെ 9ാം ക്ലാസ് ആകുമ്പോൾ നമുക്ക് പുതിയ പ്രേമം തുടങ്ങി. ആ പ്രേമം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ +2 കഴിയുമ്പോൾ നമ്മളെ സ്വഭാവം മാറും, വീണ്ടും നമ്മൾ തേക്കും. അങ്ങനെ 3ാമത്തെ തേപ്പുകാരിയും തേപ്പുകാരനും. അപ്പൊ വീണ്ടും കൃഷ്ണന്റെ രാധയാവും. അവസാനം സ്മിതയുടെ രാജീവിന്റെ സ്മിതയും കൃഷ്ണന്റെ രാധയും കഴിഞ്ഞ് +2 കഴിഞ്ഞ് നമ്മൾ പുതിയൊരു കരിയറിലോട്ട് പോവുകയാണ്. ചിലപ്പോൾ നമ്മൾ MBBS പോകും, എഞ്ചിനീയറിംഗിലോട്ട് പോകും, പിന്നെ ആർട്സ് കോളേജിൽ പോകും. അപ്പൊ നമ്മൾ പുതിയ ക്യാരക്ടറും പുതിയ ഇതും ആവും. ഓക്കെ, അപ്പം ഓക്കെ ക്ലാസ് നിർത്താറായി വരുന്നു. അപ്പം ഈ പറയുന്ന എല്ലാത്തിലോട്ടും മാറിക്കൊണ്ടിരിക്കുമ്പോ എന്താ പറ്റുക? നമ്മുടെ ക്യാരക്ടർ എല്ലാം മാറും. അപ്പോഴത്തേക്ക് നമ്മുടെ പ്രേമങ്ങളെല്ലാം ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കും. നമുക്ക് പല പേര് വരും. അവസാനം നമ്മൾ ഒരു ജീവിതത്തിലോട്ടൊക്കെ കടക്കുമ്പോൾ ചിലർക്ക് ഭയങ്കര മാനസിക സംഘർഷമാവും. കാരണം ഒരുപാട് പേരുടെ പേര് ചേർത്ത് പറയുന്നു, അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും അങ്ങനെ വിളിക്കോ, അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ട് വരും. അപ്പൊ നല്ല ഒരു പിന്നെന്താ പറയാ, ചിലപ്പോൾ നമ്മളുടെ തീരുമാനം തെറ്റിപ്പോവാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നന്നായിട്ട് പഠിക്കുക, നല്ല ഒരു ജോലി മേടിക്കുക. ജോലി മേടിച്ചാൽ മാത്രമേ നിങ്ങൾ എന്നും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കത്തുള്ളൂ. ഏറ്റവും സൂപ്പർ ആയിട്ടിരിക്കണമെങ്കിൽ നമുക്കൊരു ജോലി വേണം. നമ്മൾ ആരും ഉപദ്രവിക്കാതിരിക്കാൻ നമ്മളുടെ കയ്യിൽ പൈസ വേണം. നമ്മുടെ കയ്യിൽ ഒരു വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമ്മൾ സൂപ്പർ എന്നും ഇങ്ങനെ തന്നെ ഇരിക്കും. അല്ലെങ്കിൽ എന്താ, ഏതെങ്കിലും ഒരു വീട്ടില് ചട്ടിയും കലമൊക്കെ തേച്ചും കഴുകി വല്ലവന്റെ അടുക്കളയും കിടന്ന് അടിയും കൊണ്ട് ഇടിയും കൊണ്ട് അവസാനം അവനോട് ജീവിക്കാൻ വയ്യാതെ തൂങ്ങിച്ചാവാൻ പോവും, അതിന് പോവും ഇതിന് പോവും, അല്ലെ? ഇങ്ങനെ ഒന്നും ആവരുത്. എന്തു പ്രശ്നങ്ങൾ വന്നാലും ഇത് എന്റെ ജീവിതമാണ്, ഇവിടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം എന്റേതാണ്. എല്ലാ അവകാശങ്ങളും സുപ്രീം കോടതി ഒരു കുട്ടിക്ക് നൽകിയിട്ടുണ്ട്. ആ എല്ലാ അവകാശങ്ങളും എനിക്കുണ്ട്. ആർക്കും വേണ്ടി മരിക്കാനോ ആർക്കും വേണ്ടി ജീവിതത്തിൽ തോറ്റു കൊടുക്കാനോ ഒന്നും ഉള്ളതല്ല നമ്മുടെ ജീവിതം. നമ്മുടെ വിദ്യാഭ്യാസം വെച്ച് ഏറ്റവും ഉചിതമായി ചിന്തിക്കുക, ഏറ്റവും നല്ല വിദ്യാഭ്യാസം നേടുക, നല്ല ജോലിയൊക്കെ ആയി അടിപൊളിയായിട്ട് നിൽക്കുമ്പോൾ നമ്മളെ ഒരു കാലത്ത് നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെ ഹാപ്പി ആവാൻ പറ്റും. ഈ ലോകമൊക്കെ കാണണ്ടേ? ഇങ്ങനെ ജീവിച്ചാൽ മതിയോ? ലോകം കാണണം. ലോകത്ത് ഇഷ്ടം പോലെ നല്ല മനോഹരമായ ഹിമാലയമുണ്ട്, കാശ്മീരുണ്ട്, കുളുവുണ്ട്, മനാലി ഉണ്ട്, പാലക്കാടുണ്ട്, അല്ലേ? ദുബായ് ഉണ്ട്, അമേരിക്ക ഉണ്ട്, UK ഉണ്ട്. ഇവിടെയൊക്കെ കാണണ്ടേ? ജർമ്മനി ഉണ്ട്, സ്വിറ്റ്സർലാൻഡ് ഉണ്ട്. ഇവിടെയൊക്കെ കാണണം. അല്ലാതെ ഏതെങ്കിലും ഒരുത്തന്റെ അടുക്കളയിൽ പോയി കിടന്ന് ചട്ടിയും കലവും തേച്ച് പാത്രവും കഴുകി മറ്റേ നൈറ്റി ഇട്ട് നൈറ്റിയുടെ വയറിന്റെ അവിടെ കുറച്ച് പാത്രം കഴുകിയോ അഴുക്കുമായിട്ട് പിടിച്ച് മുടി ഇങ്ങനെ വെച്ച് ഇങ്ങനെ നിന്നാ മതിയോ? നാറ്റവും പിടിച്ച് നിന്നാ മതിയോ? നിങ്ങൾ തന്നെ ആലോചിക്കണം എന്റെ ജീവിതം എന്താവണമെന്ന്. നമ്മളെ പ്രോത്സാഹിപ്പിക്കാനും വഴിതെറ്റിക്കാനും പഠിക്കാതിരിക്കാൻ പറയാം. ഇതൊന്നും ആർക്ക് വേണ്ടിയാ പഠിക്കുന്നേ? ഞാൻ 1 മിനിറ്റ് ക്ലാസ് എടുക്കും, ഇപ്പൊ നിർത്താം. ആർക്ക് വേണ്ടിയാ പഠിക്കുന്നേ? നമുക്ക് വേണ്ടിയോ? വേറെ ആർക്കും വേണ്ടിയല്ല. ഈ ജീവിതം എന്റേത് മാത്രമാണ്. പഠിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്. ജീവിതം ആസ്വദിക്കേണ്ടത് എന്റെ ആവശ്യമാണ്. ജീവിതത്തിൽ നല്ല നല്ല നിലയിൽ എത്തേണ്ടതും എന്റെ ആവശ്യമാണ്. ആണോ? ആ ചിന്താഗതി വേണം പഠിക്കാൻ. അപ്പൊ നന്നായിട്ട് പഠിക്കുക. നല്ല ഒരു കൗമാരത്തെ നമ്മൾ കൗമാരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അതിനെയൊക്കെ സൂപ്പറായിട്ട് എന്ത് ചെയ്യണം? കൈകാര്യം ചെയ്യുക. നല്ല ചിരിച്ചുകൊണ്ടിരിക്കുക, എനർജി ആയിട്ടിരിക്കുക. സമൂഹത്തിനും നമുക്കും വ്യക്തി ജീവിതത്തിലും എന്നും ഓർക്കാൻ അന്തസ്സുള്ള വ്യക്തികളാവുക. അതുപോലെ തന്നെ ഒരുപാട് സ്വപ്നങ്ങൾ കാണുക, ഒരുപാട് ചിന്തിക്കുക, ഒരുപാട് സംശയങ്ങൾ ചോദിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് ഉയരത്തുള്ളൂ. അപ്പൊ നമ്മളുടെ ഒക്കെ ലക്ഷ്യം എന്താണ്? ഒരു വിവാഹമാണോ? അല്ല, ഒരിക്കലും ഒരു വിവാഹമാകരുത്. അതൊന്നുമല്ല. അതാണോ പെണ്ണോ ആകട്ടെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കല്യാണം കഴിക്കാൻ തോന്നുന്നെങ്കിൽ കെട്ടിയാൽ മതി. പക്ഷെ നിങ്ങൾ പഠിച്ചിരിക്കണം. പഠിച്ച് വിദ്യാഭ്യാസം നേടിയാൽ ആരുടെ മുമ്പേ മക്കളെ ഇങ്ങനെ തല കുറിച്ച് നിൽക്കേണ്ട. ആരുടെയും കരിപുരുണ്ട അടുക്കളയിൽ നമ്മുടെ ജീവിതം അവസാനിക്കത്തില്ല. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി എന്നും നമ്മുടെ അച്ഛനും അമ്മയൊന്നും കൂടെ കാണത്തില്ല. 10, 22, 23 വയസ്സിൽ വിവാഹമൊക്കെ കഴിഞ്ഞ് വല്ലയിടത്തും ചെന്ന് കിടന്ന് അടികൊള്ളാതെ നമുക്ക് ജോലിയുണ്ട്, നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമ്മളെ ജീവിതത്തിൽ വരുന്ന ഏതൊരു പ്രതിസന്ധിയും ചിരിച്ചുകൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് പറ്റും. ഞാൻ ഒത്തിരി കേസുകൾ എടുക്കുന്നതാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് അത് കൈകാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്ത് വന്നാലും ഓക്കെ, അത്രേ ഉള്ളൂ. നമ്മൾ ഒന്നിനു വേണ്ടി ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല.
ഒന്നിനും വേണ്ടി. ഇനി ഒരുത്തൻ ഒരു വീഡിയോ നമ്മളെ എങ്ങനെയെങ്കിലും നമ്മളുടെ ഒരു വല്ലാത്തൊരു വീഡിയോ അയാളുടെ കൈ കിട്ടി അത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാൽ നീ പോടാന്ന് പറയണം. അത്രേ ഉള്ളൂ. മനസ്സിലായോ? ഒന്നിന്റെയും പേരിൽ നമ്മൾ എന്ത് ചെയ്യരുത്, ജീവിതത്തിൽ പേടിക്കരുത്. എല്ലാത്തിനെയും പോസിറ്റീവായി കാണുക, എല്ലാം സൂപ്പറായിട്ട് കാണുക. അത് നമ്മളെ ശാരീരിക വളർച്ചയായാലും മാനസിക വളർച്ചയായാലും നമുക്ക് നമ്മളുടേതായ ആറ്റിറ്റ്യൂഡ്, ക്യാരക്ടറും തീരുമാനങ്ങളും ഉണ്ടായിരിക്കണം. ഒരു കാര്യം ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ വീട്ടിൽ ചെന്ന് ചോദിക്കട്ടെ, നാട്ടുകാരോട് ചോദിക്കട്ടെ എന്നൊന്നും പറയരുത്. എനിക്ക് എന്റേതായ തീരുമാനം ഇരുന്ന് ആലോചിച്ച് ഒരു തീരുമാനം പറയണം. ഓക്കെ, അപ്പം എല്ലാം പോസിറ്റീവായി കാണുന്ന ഏറ്റവും കിടിലം കുട്ടികളാകട്ടെ വിഴിഞ്ഞത്തുള്ള ഈ എന്റെ ക്ലാസ്സിൽ ഇരുന്ന ഓരോ കുട്ടികളും നല്ല വിദ്യാഭ്യാസം നേടി നല്ല മിടുക്കുകളായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അഭിപ്രായം പറയണം കേട്ടോ. ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നത് അഭിപ്രായം പറയണം. അറിയാം ഓൺലൈൻ ക്ലാസ് ആണ്, അപ്പം എനിക്ക് കുറച്ചൊക്കെ അങ്ങോട്ട് എത്തിക്കാൻ പറ്റത്തുള്ളൂ, എങ്കിലും എന്റെ കഴിവിന്റെ അത്ര എത്തിച്ചിട്ടുണ്ട്. ഓക്കെ, അഭിപ്രായം ഒന്ന് പറയാമോ? ഇതായോ? ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, എന്റെ വീട് ഇവിടെ ട്രിവാൻഡ്രമാണ്. ഓക്കെ, ഓക്കെ, താങ്ക് യു. ഒരു താങ്ക് യു ഒന്ന് പറഞ്ഞ് എല്ലാവർക്കും ഓൺ ബിഹാഫ് ഓഫ് എല്ലാവർക്കും വേണ്ടി ടീച്ചർക്ക് ഒരു താങ്ക് യു പറയാ. ആരാ മുന്നോട്ട് വരുന്നത്? താങ്ക് യു. ഒരു 2 വാക്ക് സംസാരിച്ച ആരാണ് നന്ദി പറയുന്നത്? എനിക്ക് ഇത്രയും നേരം ഞാൻ സംസാരിച്ചല്ലേ അല്ലേ? 2 വാക്ക് സംസാരിച്ച് ഒരു നന്ദി പറഞ്ഞേ. ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു, ഇഷ്ടായോ എന്നൊക്കെ പറഞ്ഞ ഒരാൾ അഭിപ്രായം പറഞ്ഞേ. ഞാൻ പറഞ്ഞു മുമ്പോട്ട് വരണമെന്ന്. സൂപ്പറായിട്ട് മുന്നോട്ട് വന്നേ. നന്നായിരുന്നു ടീച്ചർ. ഓക്കെ, താങ്ക് യു. നല്ലൊരു ഇൻസ്പിറേഷണൽ വേർഡ്സ് ആണ് ടീച്ചർ തന്നെ. നല്ല ക്ലാസ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു. പറഞ്ഞിരുന്നത് മനസ്സിലായി. ഓക്കെ, നല്ലതായിരുന്നു ടീച്ചറിന്. ടീച്ചർ ഞങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. താങ്ക്സ്. ഓക്കെ, താങ്ക് യു. ക്ലാസ് ഇഷ്ടപ്പെട്ടു. ഇതുപോലത്തെ ക്ലാസ്സുകൾ വേണം. ഓക്കെ, അതെന്തായാലും നമുക്ക് പറയാട്ടോ. ഇനി ഇതുപോലത്തെ ക്ലാസ്സുകൾ വേണം. താങ്ക് യു ടീച്ചർ. താങ്ക് യു മാം. താങ്ക് യു മാം. ഞാൻ പറയാം എല്ലാരും പോകുന്നതിന് മുമ്പ് ലെറ്റ് മീ താങ്ക് യു ഓൺ ബിഹാഫ് ഓഫ് ഇന്നർ വീൽ ക്ലബ് ഓഫ് ട്രിവാൻഡ്രം, എസ്റ്റേറ്റ് ആൻഡ് ICDS. ദിവ്യയാണ് ഇത് ഏർപ്പാട് ചെയ്ത്. ദിവ്യ ഇതിനു മുമ്പ് ഇത് ഐ തിങ്ക് ഷീ ലിസൺ ടു യു, അല്ലെങ്കിൽ ഇതുപോലെ എന്താ ഓർഗനൈസ് ചെയ്തിരുന്നു എന്ന് തോന്നി അല്ലേ? ICDS സൂപ്പർവൈസർ ആണ് എന്നോട് പറഞ്ഞത്. ഇതുപോലെ കനലിന് പറഞ്ഞിട്ടുണ്ട്, അവരെ നമുക്ക് വിളിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോ നമുക്കൊരു സ്ലോട്ട് വേക്കന്റ് ആയപ്പോഴത്തേക്ക് അപ്പൊ ദിവ്യയോട് പറഞ്ഞു എങ്കിൽ വിളിക്കൂ എന്നുള്ളത്. ഐ ആം ഗ്ലാഡ് വി ടുക്ക് ദ ഡിസിഷൻ കേട്ടോ. താങ്ക് യു സോ മച്ച്. വന്നതും ആ കുട്ടികളോട് ഇന്ററാക്ട് ചെയ്തതും. എനിക്ക് തോന്നുന്നു ഇത്രയും കുട്ടികളുടെ മുഖം കാണുന്നത് ഞാൻ ഇത് ആദ്യമായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഗൂഗിൾ മീറ്റിന്റെ ഒരു കുഴപ്പം എന്ന് പറയുന്നത് യു കാൺ ഹാവ് എ വൈഡർ വ്യൂ. ഈ കുറച്ച് പേരെ കാണാൻ പറ്റുള്ളൂ, 8 പേരെ കൊണ്ട് കാണാൻ പറ്റുള്ളൂ. പക്ഷെ എന്നാലും ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദം ഹാഡ് ബെനിഫിറ്റഡ്. അതുകൊണ്ട് വളരെ എന്താ പറയാ, ഐ താങ്ക് യു ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. അപ്പൊ ഇനിയും നമുക്ക് ഇതുപോലെ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ വിളിക്കാം. യു ക്യാൻ ടേക്ക് ക്ലാസ്സസ് ഫോർ ദം ഓൺ എ ഡിഫറെന്റ് ടോപ്പിക്. ഇറ്റ് വാസ് വെരി ഇൻസ്പിറേഷണൽ ആൻഡ് മോട്ടിവേഷണൽ ഓൾസോ. ഇവിടെ ആരോ പറഞ്ഞ പോലെ താങ്ക് യു സോ മച്ച്. നല്ല ഇതില് ഇത്രയും പേര്, ഏകദേശം 80 പേര് വന്നതിലേ ഒരു 15 പേര് ഇത് കുറച്ചുകൂടെ ഉൾക്കൊണ്ട് അത് ചെയ്താൽ തന്നെ വലിയ കാര്യമാണെന്ന്. ബിക്കോസ് ചേഞ്ചസ് പെട്ടെന്ന് എല്ലാരെയും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല നമുക്ക്. ബട്ട് ഐ തിങ്ക് ഇറ്റ് വാസ് എ വെരി റെലവെന്റ് ടോപ്പിക് and you boosted their confidence. Thank you once again. Thank you Jisha. Thank you. Bye. Okay, bye. Thank you ടീച്ചർ. കുട്ടികളെ വിചിത്ര ആരൊക്കെയോ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇന്ന് കുറെ കുട്ടികൾ കൂടുതൽ വന്നിട്ടുണ്ട്.
പിന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടോന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ഇങ്ങനെ കുറെ പേര് ജോയിൻ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട്. അല്ല ഇത് ഓപ്പൺ അല്ലേ? ആ എല്ലാവരും ഉണ്ടായിരുന്നു. കണക്ടിവിറ്റിയുടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അവരെല്ലാവരും ഉണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, ബൈ. താങ്ക് യു ശോഭ. താങ്ക് യു ഫോർ യുവർ വാല്യൂബിൾ ടൈം. താങ്ക് യു. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക് ഇതാന്ന് തോന്നുന്നു. അതെ, കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടു. ലൈവ്ലി ആയിരുന്നു. ഇനിയും കിട്ടുകയാണെങ്കിൽ നല്ലതാ. ജിഷ പോലെ അഫ്സലൊക്കെ എപ്പോഴും ഉള്ളതാ. അഫ്സലൊക്കെ എപ്പോഴും മറ്റേ ക്ലാസ്സിലും ഉള്ള കുട്ടിയാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. വിചിത്ര ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? വിചിത്ര മറ്റേ ക്ലാസ്സിൽ ഇല്ലല്ലോ. എപ്പോഴും വരാറില്ലെന്ന് തോന്നുന്നു അല്ലേ ടീച്ചർ? ഇത് ഞങ്ങൾ ആദ്യമായിട്ടാണ് അറിഞ്ഞത്. ഓ ആണോ? അതെന്താ? ഇത് ഞങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ലായിരുന്നു. അമൃത എന്നാണ്. അമൃത എന്നാണ് മോളുടെ പേര്. അല്ല, അപ്പൊ ഈ ടെലിഫോൺ നമ്പറിലേക്ക് വരുന്നില്ലേ ഇത് മെസ്സേജ്? ഇല്ല ടീച്ചർ, എന്നാണ് നഴ്സറിയിലെ ടീച്ചർ ഞങ്ങൾക്ക് അയച്ചു തന്നത്. അല്ല, അപ്പൊ ആ നമ്പർ ഇതിൽ ഇട്ടിട്ടില്ലേ? നമ്പർ അല്ല, എനിക്ക് തോന്നുന്നു അല്ല ഡോക്ടർ ബീന, മറ്റേതാ അവര് സജസ്റ്റ് ചെയ്ത 27, 28 പേരല്ലേ? ഇതല്ലാത്തവരെ അല്ലേ? കാരണം നമ്മൾ ഇങ്ങനത്തെ സെഷൻ എല്ലാം ഓപ്പൺ അല്ലേ? അതുകൊണ്ട് ജനറൽ ടോപ്പിക് ആയതുകൊണ്ട് അതാണ്. സോ എനിവേ, വിചിത്ര എന്ന് പറയുന്ന എന്താ പേര് പറഞ്ഞേ? അമൃത. ഓക്കെ. യു ലുക്ക് വെരി നൈസ് വിത്ത് യുവർ പുട്ട് കേട്ടോ. അത് ആ ചിരിയും കൊള്ളാം. നല്ല ആ ചിരി ഒന്നും അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ടീച്ചർ ഇനി എന്നാണ് ക്ലാസ് ഉണ്ടാവുക? യസീനും ഇതുപോലെ ഞാൻ കണ്ടിട്ടില്ലേ മുൻപ്? യസീൻ ഇല്ല ടീച്ചർ, ഞാൻ പുതിയതാ. അപ്പൊ ഈ ഗ്രൂപ്പിലുള്ളതല്ല അല്ലേ? ഈ ഒരു മോൻ ജോയിൻ ചെയ്തത്. ഓക്കെ. യെസ് ടീച്ചർ. അപ്പൊ വിഴിഞ്ഞത്ത് തന്നെയാണോ വീട്? യസീന്റെ വീടും വിഴിഞ്ഞം തന്നെയാണോ? അവിടെ ആ ബീച്ച് പോലെ കാണുന്നുണ്ട് ബാക്കില്. പറയാം കേട്ടോ, ഇനി ഇതേപോലെ ക്ലാസ് വരുമ്പോഴത്തേക്ക് വിളിക്കുമ്പോ നിങ്ങൾ വരുമോ? ഓക്കെ ഓക്കെ. ഓക്കെ. ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. താങ്ക് യു. ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു. ഓക്കെ, കാണാം. ഓക്കെ, ബൈ ബൈ. ബൈ. ക്രിസ്മസിന്റെ അന്ന് ഉണ്ടാവില്ല. ക്രിസ്മസിന്റെ അടുത്ത സാറ്റർഡേ നമുക്ക് ഉണ്ടാവില്ല ക്ലാസ്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഉണ്ടാവുക അടുത്ത ക്ലാസ്. ഓക്കെ. ഓക്കെ, എല്ലാവർക്കും 2022 കാണാം നമുക്കിനി. 2022. ബൈ 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 കേട്ടോ. ബൈ. താങ്ക് യു ടീച്ചർ. താങ്ക് യു മാം. ബൈ ബൈ. താങ്ക് യു.